ഗുഡ് ഈവനിങ്. ഇന്ന് നൂറുൽ ഹക്കാണ് നമ്മുടെ സെഷൻ എടുക്കാൻ പോകുന്നത്. ആള് ഇവിടെ ഉണ്ട്. ഞാൻ ജസ്റ്റ് 2 മിനിറ്റ് വർത്താനം പറയുന്നുള്ളൂ. നൂറുൽ ഹക്കിനെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം. ഇതിനു മുമ്പ് MS ഓഫീസിന്റെ ഫസ്റ്റ് ബാച്ചിൽ നൂറുൽ ഹക്കിന്റെ സെഷൻ ഉണ്ടായിരുന്നു. വെള്ളിയാഴ്ചകളിൽ നൂറുൽ ഹക്കിനെ കിട്ടും, വെള്ളിയാഴ്ചകളിലേ കിട്ടുള്ളൂ. ആളുടെ ഹോളിഡേ ആണ്. 20 വർഷമായിട്ട് നൂറുൽ ഹക്ക് അബുദാബിയിലാണ്. കോസ്മോസ് കമ്പ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പ്യൂട്ടറിന്റെ സ്ഥാപനം നടത്തുകയാണ്. ആള് നെറ്റ്വർക്കിങ്ങും പ്രോഗ്രാമിങ്ങും ഹാർഡ്വെയറും ഒക്കെ ഒരേപോലെ കൈകാര്യം ചെയ്യുന്ന ഒരു 10-20 വർഷത്തിലധികമായിട്ട് IT എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. മലപ്പുറം ജില്ലയിലെ രണ്ടത്താണിയാണ് വീട്. ഈ ICT കോഴ്സിന്റെ ഡയറക്ടർമാരിൽ ഒരാളാണ്. ഇതിലുള്ള പല ആളുകൾക്കും നൂറുൽ ഹക്കിനെ നേരിട്ട് അറിയാം. അപ്പൊ ഈ കേരള പോലീസിന്റെ സൈബർ ഡോം എന്ന് പറഞ്ഞൊരു സൈബർ സെക്യൂരിറ്റി വിഭാഗമുണ്ട്. അതിന്റെ കൂടെ ഒരു 4-5 വർഷമായിട്ട് നൂറുൽ ഹക്ക് ഉണ്ട്. കേരള പോലീസിന്റെ സൈബർ ഡോമിന്റെ ഒരുപാട് സെഷൻസിൽ ക്ലാസ് എടുത്തിട്ടുണ്ട്. അങ്ങനെ വെച്ചാൽ IT നമുക്ക് ഒതന്റിക് ആയിട്ട് കാര്യങ്ങൾ ചോദിക്കാനും പറയാനൊക്കെ പറ്റുന്ന ഒരാളാണ് നൂറുൽ ഹക്ക്. ആള് നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഇന്ന് മാത്രമല്ല, ഓൺ ഡിമാൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഈ ഗ്രൂപ്പിൽ ആളുണ്ടാവും. ആളുടെ അവൈലബിലിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക്, ഞാൻ ആദ്യം പറഞ്ഞിരുന്നു, നമ്മൾ ഈ 100 കാര്യങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ ഈ 100 എന്നുള്ളത് 500, 1000 ഒക്കെ ആയി മാറും. 100 കണക്കിൽ ചോദ്യങ്ങളും സംശയങ്ങളും വരും. പെട്ടെന്ന് സംശയം ചോദിക്കാൻ പറഞ്ഞാൽ പറ്റൂല. പെട്ടെന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് കാര്യങ്ങൾ വരികയാണെങ്കിൽ ഈ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യണം, ഗ്രൂപ്പിൽ ചോദിക്കണം. അങ്ങനെ ചോദിക്കുമ്പോഴുള്ള ഗുണം എല്ലാവർക്കും ഉപകാരപ്പെടും എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ഗ്രൂപ്പിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നൂറുൽ ഹക്ക് കുറെ കൂടി ഒതന്റിക് ആയിട്ട് കാര്യങ്ങൾ പറയും. പ്രത്യേകിച്ച് സൈബർ സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള റാൻസം വെയർ, അത്തരം ഒരുപാട് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. ബുക്കിഷ് നോളജ് മാത്രമല്ല, വലിയ നെറ്റ്വർക്കിംഗ് സൊല്യൂഷൻസ് ഒക്കെ ചെയ്ത് പരിചയമുള്ള ഒരാളാണ് നൂറുൽ ഹക്ക്. അപ്പോ ഞാൻ കൂടുതൽ പറയാതെ നൂറുൽ ഹക്ക് ഇന്നൊരു സെഷൻ എടുക്കും. അടുത്ത വെള്ളിയാഴ്ച നൂറുൽ ഹക്ക് ഉണ്ടാവും. അപ്പൊ നമ്മൾ ഈ 10 ദിവസത്തിൽ 2 ദിവസം നൂറുൽ ഹക്കിന്റെ ക്ലാസ്സുകളായിരിക്കും ഉണ്ടാവുക. അപ്പൊ അത് ഈ IT സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ അതിൽ നൂറുൽ ഹക്കിന് മാറ്റി വെച്ചിട്ട് ബാക്കി കാര്യങ്ങൾ മാത്രമേ ഞാൻ ക്ലാസ് എടുക്കുള്ളൂ. നാളെയും മറ്റന്നാളും ശനി ഞായർ അവധിയാണ്. അടുത്ത തിങ്കൾ മുതൽ ശനി വരെ 6 ദിവസം കണ്ടിന്യൂസ് ആയിട്ടുണ്ടാവും. അപ്പോ ഇന്നലെ പറഞ്ഞൊരു കാര്യം ജസ്റ്റ് ഒന്ന് ആവർത്തിച്ചിട്ട് ഞാൻ നിർത്താം. ഇന്നലത്തെ ചില ക്ലാസ്സിലൊക്കെ പലരും പലതരത്തിലുള്ള അഭിപ്രായങ്ങളാണ് വരുന്നത്. കമ്പ്യൂട്ടറിൽ ഓവറോൾ ബേസിലുള്ള ആളുകൾ ഇല്ലാത്തവരെ ഗ്രൂപ്പിൽ ഉണ്ടെന്ന് അറിയാലോ. അപ്പോൾ വേണ്ടത്ര ബേസില്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട്, അത് മാത്രമല്ല ഇന്നലെ തന്നെ എടുത്ത ചില ഏരിയാസ് വീഡിയോ 2 വീഡിയോ ജോയിൻ ചെയ്യുന്ന സമയത്ത് അതിനകത്തുള്ള ബാക്കിയുള്ള ഓപ്ഷൻസ് കൂടി എക്സ്ട്രാ 2-3 കൊച്ചു വീഡിയോകളായിട്ട് നാളെയും മറ്റന്നാളും കൂടിയിട്ട് ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യും. അതോടൊപ്പം എക്സലും തന്നെ ഒരു ബേസിക്സോ കൂടി ക്ലിയർ ആവും. എന്നാൽ പിന്നെ തിങ്കളാഴ്ച മുതൽ ക്ലാസ് എടുക്കാൻ എളുപ്പമായിരിക്കും. അപ്പൊ ഞാൻ നൂറുൽ ഹക്കിനെ എന്താ പറയാ, അത് അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. നൂറുൽ ഹക്ക് നമ്മുടെ ഫാമിലിയുടെ ഭാഗമാണ്. നൂറുൽ ഹക്ക് സെഷൻ എടുക്കും ആയിരിക്കും. ഞാൻ നൂറുൽ ഹക്കിനെ ഹോസ്റ്റാക്കി മാറ്റുന്നുണ്ട്. ഹായ് നൂർ, കേൾക്കാലോ അല്ലേ? ഹായ്, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. താങ്ക് യു ഫോർ യുവർ ഇൻട്രൊഡക്ഷൻ. അപ്പം നമ്മൾ കുറച്ച് മുമ്പ് ഒരു ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു, 2 ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റിലെ MS ഓഫീസ് ബാച്ചിന്. അപ്പം നമുക്ക് പിന്നെ കുറച്ച് IT റിലേറ്റഡ്, സെക്യൂരിറ്റി റിലേറ്റഡ് ആണ് ഞാൻ പോയിന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ കുറച്ചൊരു തിയറിറ്റിക്കൽ പാർട്ട്, പിന്നെ ഒരു തിയറിറ്റിക്കൽ എന്ന് പറഞ്ഞാൽ ഒരു അവയർനെസ് പാർട്ടായിട്ട് കുറച്ചൊരു തിയറിറ്റിക്കൽ ചെയ്യാന്ന് വിചാരിക്കുന്നത്. പിന്നെ കുറച്ച് ടേക്ക് അവേസ്, നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് എങ്ങനെയൊക്കെ ഈ പാർട്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ള ഒരു കുറച്ച് ടേക്ക് അവേസ്, ഇതാണ് ഞാൻ ഓവറോൾ ആയിട്ട് പ്ലാൻ ചെയ്യുന്നത്. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ. അപ്പോൾ ഞാൻ സ്ട്രേറ്റ് വേ എൻ്റെ സ്ക്രീൻ ഷെയർ ചെയ്യാം. ഓക്കെ. അപ്പം സാർ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ പേര് നൂറുൽ ഹക്കാണ്. ഞാൻ ഇവിടെ അബുദാബിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇൻഫോർമേഷൻ സിസ്റ്റം ഓഡിറ്റർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. എൻ്റെ പൊസിഷൻ ഇവിടെ അബുദാബിയിൽ കോസ്മോസ് കമ്പ്യൂട്ടേഴ്സിലാണ് വർക്ക് ചെയ്യുന്നത്, ടെക്നിക്കൽ പ്രൊജക്ട് മാനേജറായിട്ട്. പിന്നെ ICT കോഡ്സിന്റെ ചീഫ് ടെക്നിക്കൽ ഓഫീസർ കൂടിയാണ്. പിന്നെ ഇവിടെ ഇസാക്ക എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ ഉണ്ട്, അതിലെ മെമ്പറാണ്. പിന്നെ കേരള പോലീസിന്റെ സൈബർ ഡോം എന്നൊരു ഡിവിഷൻ ഉണ്ട്, അതിന്റെ കമാൻഡറാണ്. അപ്പം കേരള പോലീസിന്റെ ഈ ടെക്നിക്കൽ ഡിവിഷൻ ഒരു സൈബർ സെക്യൂരിറ്റി ഡിവിഷനാണ്, പ്രൈവറ്റ് പബ്ലിക് പാർട്ണർഷിപ്പിലുള്ള ഒരു ഡിവിഷനാണ് സൈബർ ഡോം, അതിന്റെ കമാൻഡർ കൂടിയാണ്. ഇനി നമുക്ക് നമ്മുടെ ഇന്നത്തെ സെഷനിലേക്ക് കടക്കാം. ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ അജണ്ടയിൽ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഒതന്റിക്കേഷൻ, നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ എന്താണ് ഒതന്റിക്കേഷൻ, എവിടേക്കാണ് നമ്മൾ ഒതന്റിക്കേഷൻ ഉപയോഗിക്കുന്നത്. പിന്നെ അതിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പായ മൾട്ടി ഫാക്ടർ ഒതന്റിക്കേഷൻ അല്ലെങ്കിൽ 2 സ്റ്റെപ്പ് ഒതന്റിക്കേഷൻ എന്ന് പറയുന്നതാണ്. പിന്നെ ഉള്ളത് നമുക്ക്
ഈ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള വാട്സപ്പിൽ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ്. അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മൾ എങ്ങനെയാണ് വലിയ ഇമെയിൽസ്, വലിയ അറ്റാച്ച്മെന്റുള്ള വലിയ സൈസുള്ള ഇമെയിൽസ് നമുക്ക് എങ്ങനെ അയക്കാം എന്നത് നോക്കാം. പിന്നെ നമുക്ക് കുറച്ച് സെർച്ചിങ് ടിപ്സ്, ഗൂഗിൾ ഉപയോഗിക്കാൻ കുറച്ച് ടിപ്സ്, ഹൗ ടു സെർച്ച് ഇറ്റ്, അങ്ങനെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാം. പിന്നെ എൻഡിങ് വിത്ത് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ. ഇത്രയാണ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ഒതന്റിക്കേഷൻ എന്താ നോക്കാം. ഒതന്റിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു വെബ്സൈറ്റിലേക്ക് കടക്കുമ്പോൾ നമ്മളാണെന്ന് ആ പ്രൂവ് ചെയ്യുന്ന, ആ വെബ് സെർവറിന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡുകളിൽ പെട്ട ഒരു മെത്തേഡാണ് ഒതന്റിക്കേഷൻ. ഫോർ എക്സാമ്പിൾ, നമ്മൾ നമ്മുടെ ഇമെയിൽ ഓപ്പൺ ചെയ്യാൻ പോകുന്നു, അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യുന്നു. ഫേസ്ബുക്ക് നമ്മൾ മൊബൈലിൽ അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും ഇനീഷ്യലി കൊടുത്തിരിക്കും ഫസ്റ്റ് ടൈം. പിന്നെ അത് സേവ്ഡ് ആണെങ്കിൽ ഓരോ ടൈമും നമ്മൾ കയറുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് കയറും. ഓക്കെ, അല്ലെങ്കിൽ നമ്മുടെ മെയില്, ജിമെയിലോ അല്ലെങ്കിൽ വേറെ കമ്പനി മെയിലോ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുമ്പോഴും നമ്മൾ ഒതന്റിക്കേറ്റ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ബാങ്കിന്റെ സൈറ്റിലേക്ക് കയറുന്ന സമയത്ത് ബാങ്കും നമ്മളെ ഒതന്റിക്കേറ്റ് ചെയ്യും. ആ പ്രോസസ്സാണ് ഒതന്റിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ബാങ്കിലൊക്കെ നമ്മൾ ഒതന്റിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ബാങ്കിനെ റെസ്ട്രിക്ട് ചെയ്തിരിക്കും. നമ്മുടെ പാസ്വേഡ് വളരെ സ്ട്രോങ് പാസ്വേഡ് ആയിരിക്കണം, വീക്ക് പാസ്വേഡ് ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ സാധാരണഗതിയിൽ നമ്മൾ പാസ്വേഡ് ഉപയോഗിക്കാറില്ല. ഏതൊരാള് പാസ്വേഡ് ഉപയോഗിക്കാറ് ഒരു 1 2 3 അല്ലെങ്കിൽ ABC അല്ലെങ്കിൽ അവരുടെ മൊബൈൽ നമ്പർ, ഇതൊക്കെയാണ് സാധാരണഗതിയിൽ പാസ്വേഡ് ആയിട്ട് കൊടുക്കുക. അപ്പോൾ ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാല്, ഇപ്പം നമ്മളൊരു എത്തിക്കൽ ഹാക്കർ, ഇപ്പം ഞാനൊരു എത്തിക്കൽ ഹാക്കർ കൂടിയാണ്. അപ്പം ഈ എത്തിക്സ് ആൻഡ് ഹാക്കിംഗ്, ഇതിന്റെ കോമ്പിനേഷൻ എങ്ങനെ വരുന്നു എന്നുള്ളത് നമുക്ക് അടുത്ത പ്രാവശ്യം പറയാം എന്തൊക്കെയാണെന്നുള്ളത്. അപ്പൊ ഒരു ഹാക്കർക്ക് ഒരു ലാപ്ടോപ്പ് കിട്ടി കഴിഞ്ഞാൽ ആള് കോമൺ ആയിട്ട് എന്ത് ചെയ്യും, അതിൽ പാസ്വേഡ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുന്ന പാസ്വേഡുകൾ പെട്ടതാണ് 1 2 3 ABC at 1 2 3 ഇങ്ങനെയുള്ള കുറച്ച് പാസ്വേഡുകൾ നമ്മൾ സ്ഥിരമായിട്ട് ട്രൈ ചെയ്ത് നോക്കും. അത് കടക്കാൻ പറ്റൂല. സാധാരണഗതിയിൽ അധികം പേരും ഒരു 1 2 3 1 2 3 4 ഈ പാസ്വേഡ് തന്നെ ആയിരിക്കും കൊടുക്കുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, പാസ്വേഡ്സ് എപ്പോഴും സ്ട്രോങ് ആയിരിക്കണം, അല്ലെ. അപ്പൊ നമുക്ക് സാധാരണഗതിയിൽ പാസ്വേഡ് എങ്ങനെ സ്ട്രോങ് ആക്കി ഉണ്ടാക്കാം എന്നുള്ളതിന് കുറച്ച് മെത്തേഡുകളുണ്ട്. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് പാസ്വേഡ് ഫ്രേസ് എന്ന് പറഞ്ഞ സംഭവം. നമ്മളായിട്ട് ബന്ധപ്പെട്ട ഒരു സെന്റൻസ് എടുത്തിട്ട് അതിനെ നമുക്ക് പാസ്വേഡ് ആക്കി മാറ്റാം. അപ്പൊ പാസ്വേഡ് എന്തായിരിക്കണം, ഹാർഡ് ടു ഗസ് ആൻഡ് ഈസി ടു റിമെമ്പർ ആയിരിക്കണം. ഹാർഡ് ടു ഗസ് എന്ന് പറയുമ്പോൾ മറ്റൊരാൾക്ക് ഗസ് ചെയ്തെടുക്കാൻ ഹാർഡ് ആയിരിക്കണം, പക്ഷെ അത് ഈസി ടു റിമെമ്പർ ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമുക്കൊരു പാസ്വേഡ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചുതരാം. ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ, ഞാൻ ഇങ്ങനെ ഒരു വേർഡ്, ഐ കംപ്ലീറ്റഡ് മൈ ഗ്രാജുവേഷൻ ഫ്രം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇൻ 1995. ഇങ്ങനെ ഒരു വേർഡിനെ പിടിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പാസ്വേഡ് ആക്കി ഉപയോഗിക്കണമെങ്കിൽ പല മെത്തേഡുകളുണ്ട്. നമുക്ക് ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡ്, ഇതിന്റെ എല്ലാറ്റിനും ഫസ്റ്റത്തെ ലെറ്ററുകൾ ഉപയോഗിക്കുക. IC, മൈ ഗ്രാജുവേഷൻ MGF, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി CUം Uം വേണേൽ ക്യാപിറ്റൽ കൊടുക്കാം. ഇന്നിന് പകരം ഒരു അറ്റ് കൊടുത്ത് 1995 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പാസ്വേഡ് എന്തായി, ICMGFCU at 1995. അത്യാവശ്യം കട്ടിയുള്ള പാസ്വേഡാണ്. ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത് ഗസ് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, പക്ഷെ നമുക്കത് എന്ത് ചെയ്യാം, റിമെമ്പർ ചെയ്യാൻ ഈസിയാണ്, അല്ലെ. കാണുന്നില്ല ഇത്. അപ്പം ഇങ്ങനെ നമുക്ക് ഇതുപോലെ പലത്, പിന്നെ അല്ലെങ്കിൽ എൻ്റെ ഐ മാരീഡ് ഏതൊരു ഇയർ, അല്ലെങ്കിൽ ഐ കംപ്ലീറ്റഡ് മൈ SSLC അങ്ങനെ കൊടുക്കുക. അങ്ങനെ ഓരോ വേർഡുകൾ എടുത്ത് ഇതിനെ പറയുന്ന മെത്തേഡാണ് പാസ്വേഡ് ഫ്രേസ് എന്ന് പറഞ്ഞ മെത്തേഡ്. ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പാസ്വേഡുകൾ ജനറേറ്റ് ചെയ്യാം. പിന്നെ സാധാരണഗതിയിൽ ഒതന്റിക്കേഷന് ഞാൻ പറഞ്ഞു, ഒതന്റിക്കേഷന് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് പാസ്വേഡ്. അടുത്തൊരു മെത്തേഡാണ് ബയോമെട്രിക് എന്ന് പറഞ്ഞത്. ഈ ബയോമെട്രിക്കിൽ നമുക്ക് വരുന്നത് എന്തൊക്കെയാണ്, നമ്മുടേതായ പ്രത്യേകതകൾ. നമ്മുടെ ഐ ആകുമ്പോൾ റെറ്റിന, ഐറിസ്, ഇതിന്റെ രണ്ടും നോക്കാം. അല്ലെങ്കിൽ നമ്മുടെ ഫേസ് ജോമെട്രി, അല്ലെങ്കിൽ പാം ജോമെട്രി, ഫിംഗർ പ്രിന്റ്, ഇതൊക്കെയാണ് ബയോമെട്രിക് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാവുന്ന ഒതന്റിക്കേഷൻ. അപ്പൊ ഇതൊക്കെ യുണീക്കാണ്. നമ്മുടെ ഐയുടെ റെറ്റിന അല്ലെങ്കിൽ ഐയുടെ ഐറിസ് ജോമെട്രി അല്ലെങ്കിൽ ഫേസ് ജോമെട്രി, ഇതൊക്കെ യുണീക്കാണ്. ഇപ്പോ കോവിഡ് ആയതിനു ശേഷം അധികം ഓഫീസുകളിലും ഈ അറ്റൻഡൻസ് സിസ്റ്റത്തിന് വേണ്ടിയിട്ട് കാർഡുകളോ ഫിംഗർ പ്രിന്റോ അല്ല ഉപയോഗിക്കുന്നത്, ഈ ഫേസ് ജോമെട്രിയാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മൾ അവിടെ വരുന്ന സമയത്ത് തന്നെ നമ്മുടെ മുഖം സ്കാൻ ചെയ്തിട്ട് നമ്മുടെ ഫേസ് ജോമെട്രി സ്കാൻ ചെയ്തിട്ട് നമ്മളെ ഒതന്റിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് മെത്തേഡ് പാസ്വേഡ്, സെക്കൻഡ് മെത്തേഡ് ബയോമെട്രിക്, തേർഡ് മെത്തേഡ് ഡിവൈസ് ബേസ്ഡ്. ഇപ്പൊ നമ്മൾ ബാങ്കിൽ നിന്നൊക്കെ നമ്മൾ ഒതന്റിക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് SMS വരാറുണ്ട്, OTP, വൺ ടൈം പാസ്വേഡ് വരാറുണ്ട്. അല്ലെങ്കിൽ GPS, നമ്മുടെ ലൊക്കേഷൻ ബേസ്ഡ് ആക്കാം. അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഓർ ഗൂഗിൾ അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് ഒതന്റിക്കേഷൻ ഒക്കെ വെച്ചിട്ട് നമ്മൾ ഒതന്റിക്കേറ്റ് ചെയ്യാം. ചില സൈറ്റുകളൊക്കെ പോകുമ്പോൾ ഫേസ്ബുക്ക് വെച്ചിട്ട് ഒതന്റിക്കേറ്റ് ചെയ്യാൻ പറയാറുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഒതന്റിക്കേഷൻ മെത്തേഡുകൾ. അപ്പൊ നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന മെത്തേഡുകൾ എന്താണ്, മൾട്ടി ഫാക്ടർ ആണ്.
ഒരു സംതിങ് യു നോ, നമ്മുടെ പാസ്വേഡ് ആണ് സംതിങ് യു നോ എന്ന് പറഞ്ഞത്. സംതിങ് യു ഹാവ്, നമുക്ക് നമ്മുടെ കയ്യിലുള്ളത് SMS ആപ്സ് ബേസ്ഡ് ഉള്ളത്. സംതിങ് യു ആർ, നമ്മുടെ ബയോമെട്രിക് GPS. ഇപ്പോൾ GPS ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ ഞങ്ങളുടെ കമ്പനിയുടെ ഒരു ടെക്നിക്കൽ ലൈബ്രറി ആപ്ലിക്കേഷൻ ഉണ്ട്. ഈ ടെക്നിക്കൽ ലൈബ്രറി ആപ്ലിക്കേഷൻ UAE പുറത്തുനിന്ന് വർക്ക് ചെയ്യേണ്ട എന്നാണ് ഞങ്ങൾ ഡിസൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഞങ്ങളുടെ എഞ്ചിനീയേഴ്സ് UAE മാത്രമാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ UAE പുറത്ത് പോയി കഴിഞ്ഞാൽ അവർക്ക് ഈ ടെക്നിക്കൽ ലൈബ്രറി അവർ ആക്സസ് ചെയ്യേണ്ട, മിസ്യൂസ് ചെയ്യേണ്ട. UAE എവിടെ പോവുകയാണെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി. അപ്പൊ UAE GPS ഫെൻസിങ്ങിനകത്ത് മാത്രമേ ഈ ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യൂ. ഇതുപോലൊക്കെ നമുക്ക് നമ്മളെ ഒതന്റിക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ മൾട്ടി ഫാക്ടർ ഒതന്റിക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ടെണ്ണമായിട്ട് ഉപയോഗിക്കും. ഇപ്പൊ പാസ്വേഡ് മാത്രമാവുന്ന സമയത്ത് പാസ്വേഡ് ഒക്കെ സ്റ്റീൽ ചെയ്ത് പോകാൻ വളരെ ഈസിയാണ്. അപ്പോൾ നമ്മുടെ കീബോർഡിനോ അല്ലെങ്കിൽ ആരെങ്കിലും നോക്കിയിട്ടോ അല്ലെങ്കിൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന മെത്തേഡൊക്കെ നോക്കിയിട്ട് നമ്മുടെ പാസ്വേഡുകൾ ഒരാൾ എന്ത് ചെയ്യാം, ഹാക്ക് ചെയ്ത് പോവാം. ഈ പാസ്വേഡ് ഒരാൾ നമ്മളെ കയ്യിൽ നിന്ന് മിസ്സായി കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ എന്ത് ചെയ്യും, അവർക്ക് യൂസ് ചെയ്യാം. നമ്മളാണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നതാണ് എന്ത്, നമ്മുടെ യൂസർ നെയിം പാസ്വേഡും. അപ്പം ഒന്നിലധികം മെത്തേഡുകൾ വെച്ചിട്ട് നമ്മളെ വെരിഫൈ ചെയ്യുന്ന മെത്തേഡാണ് നമ്മൾ പറയുന്നത് മൾട്ടി ഫാക്ടർ ഒതന്റിക്കേഷൻ, അല്ലെങ്കിൽ മൾട്ടി സ്റ്റെപ്പ് ഒതന്റിക്കേഷൻ, അല്ലെങ്കിൽ മൾട്ടി സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്നൊക്കെ പറയുന്ന മെത്തേഡ്. അപ്പോൾ ഈ രണ്ട് മെത്തേഡുകളുടെ മിക്സ് ആയിട്ടാണ് നമ്മൾ സാധാരണഗതിയിൽ ഈ നല്ല ആപ്ലിക്കേഷൻ. ഇപ്പൊ ബാങ്കിങ്ങിലൊക്കെ അറിയാലോ, നമ്മൾ യൂസർ നെയിം കൊടുക്കുന്നു, പാസ്വേഡ് കൊടുക്കുന്നു, പിന്നെ നമുക്ക് ബാങ്ക് നമ്മുടെ ബാങ്കിന്റെ ആപ്പിലോ അല്ലെങ്കിൽ SMS വരുന്ന ഒരു കോഡും കൂടി എൻ്റർ ചെയ്തിട്ടാണ് നമ്മൾ ബാങ്കിലേക്ക് കടക്കുന്നത്. അപ്പൊ ഇതാണ് മൾട്ടി ഫാക്ടർ ഒതന്റിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇത് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ, ഞാൻ നേരത്തെ പറഞ്ഞ ബാങ്കിങ്ങിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇമെയിലിന് ഇപ്പൊ നമുക്ക് എവിടൊക്കെ ഈ മൾട്ടി ഫാക്ടർ ഒതന്റിക്കേഷൻ എനേബിൾ ചെയ്യാൻ പറ്റുമോ അവിടൊക്കെ നമ്മൾ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പം ഫോർ എക്സാമ്പിൾ വാട്സപ്പിൽ അത് നിർബന്ധമില്ല, ഈ മൾട്ടി ഫാക്ടർ ഒതന്റിക്കേഷൻ ചെയ്യണം എന്ന് നിർബന്ധമില്ല. പക്ഷെ നമ്മൾ ചെയ്തു വെക്കുന്നതാണ് നല്ലത്. അതിന്റെ കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതുപോലെ തന്നെ ഇമെയിലിൽ നമുക്ക് മൾട്ടി ഫാക്ടർ ഒതന്റിക്കേഷൻ നിർബന്ധമില്ല, പക്ഷെ നമുക്ക് ചെയ്തു വെക്കാം. ബാങ്കിങ്ങിൽ ബാങ്കിന്റെ പോളിസി അനുസരിച്ച് മൾട്ടി ഫാക്ടർ ഒതന്റിക്കേഷൻ മസ്റ്റ് ആണ്. ഇപ്പൊ ഇന്ത്യയിലാണെങ്കിൽ നമ്മൾ RBIയുടെ റൂൾ അനുസരിച്ച് മസ്റ്റ് ആണ്. അതുപോലെ ഓരോ രാജ്യത്തും അതിൻ്റെതായ റൂൾസ് ഉണ്ട്, എന്ത് മൾട്ടി ഫാക്ടർ ഒതന്റിക്കേഷൻ ഉണ്ടായിരിക്കണം എന്നുള്ളത്. മൾട്ടി ഫാക്ടർ ഒതന്റിക്കേഷൻ എടുക്കുമ്പോൾ ഒരിക്കലും എന്താവാൻ പാടില്ല, രണ്ട് പാസ്വേഡുകളാവാൻ പാടില്ല. ഈ മിക്സ് ഓഫ് ടു ആയിരിക്കും, സംതിങ് യു നോ ഓർ സംതിങ് യു ഹാവ് ഓർ സംതിങ് യു ആർ. ഈ ടൈപ്പിന്റെ മിക്സ് ആയിരിക്കണം എപ്പോഴും എന്തുണ്ട് മൾട്ടി ഫാക്ടർ ഒതന്റിക്കേഷനിൽ എടുക്കേണ്ടത്. ഇനി നമ്മൾ വാട്സപ്പിലേക്ക് പോവാം. ഈ വാട്സപ്പ് ആണ് നമ്മുടെ അറിയാലോ, വാട്സപ്പ് ഇനീഷ്യലി റിലീസ് ചെയ്ത് മെയ് മാസം 2009 റിലീസ് ചെയ്തത്. അതൊരു ജസ്റ്റ് ഒരു SMS ആൾട്ടർനേറ്റീവ് ആയിട്ട് വന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. ജസ്റ്റ് ഒരു ആൾട്ടർനേറ്റീവ് വേ ഓഫ് SMS. അത് അങ്ങനെ വന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഇന്ന് നമ്മുടെ ലൈഫിന്റെ പാർട്ടായി വന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ വാട്സപ്പ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പറഞ്ഞാൽ നമ്മൾ പിന്നെ അതിന്റെ ട്രസ്റ്റഡ് സോഴ്സ് മാത്രമേ ഡൗൺലോഡ് ചെയ്യാവൂ. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഒരിക്കലും ഈ വാട്സപ്പ് വഴി വേറെ എന്തെങ്കിലും ഇമെയിൽ ലിങ്ക് വഴിയോ എക്സ്റ്റേണൽ ലിങ്ക് വഴിയോ കിട്ടുന്ന ആപ്ലിക്കേഷൻ വഴി ഈ ഫീച്ചർ ഈ വാട്സപ്പിൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വരുന്ന വാട്സപ്പ് മറ്റേത് ആപ്ലിക്കേഷൻ പോലെയും പ്രത്യേകിച്ച് വാട്സപ്പ് നമ്മൾ അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല. അപ്പൊ നമ്മൾ എപ്പോഴും ആപ്പ് സ്റ്റോറിലോ പ്ലേ സ്റ്റോറിലോ അവൈലബിൾ ആയ വാട്സപ്പ് അല്ല ഏത് ആപ്ലിക്കേഷൻ ഉപയോഗിക്കാവൂ. അതുപോലെ തന്നെ ഇപ്പൊ വാട്സപ്പിന് ഇൻസ്റ്റലേഷൻ പ്രോസസ് എങ്ങനെയെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. വാട്സപ്പ് നമ്മൾ ഫസ്റ്റില് ആദ്യമായിട്ട് ഒരാൾ ഉപയോഗിക്കണം, അയാൾക്ക് ഒരു വാട്സപ്പും ഇല്ല, ഒരു സ്മാർട്ട് ഫോണും ഇല്ല, അല്ലെങ്കിൽ അയാൾക്ക് ഒരു പുതിയ നമ്പർ എടുത്തു, ഒരു പുതിയ സ്മാർട്ട് ഫോൺ എടുത്തു. ഇങ്ങനെയുള്ള ഒരാൾ പുതിയ വാട്സപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് അയാൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മളോട് നമ്മുടെ നമ്പർ ചോദിക്കും. ആ നമ്പറിലേക്ക് ഒരു SMS വരും. അങ്ങനെയാണ് നമ്മൾ തന്നെയാണോ എന്ന് വെരിഫൈ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് വേറെ ഒരാളുടെ പേരിൽ SMS ക്രിയേറ്റ് ചെയ്യാമല്ലോ, വാട്സപ്പ് ക്രിയേറ്റ് ചെയ്യാമല്ലോ. അതില്ലാതാക്കാൻ വേണ്ടിയിട്ട് ഇവർ ചെയ്യുന്ന ഒരേ ഒരു മെത്തേഡ് എന്താണ്, പിന്നെ നമുക്കൊരു SMS തരുന്നത് അത് ഒരു ഫാക്ടർ ഓഫ് ഒതന്റിക്കേഷൻ ആണ് അല്ലെ. നമുക്ക് നമ്മുടെ കയ്യിലുള്ള സംതിങ് വി ഹാവ്, നമ്മുടെ കയ്യിലുള്ള ഈ സംഭവത്തിലേക്ക് ഒരു SMS വരുന്നത് ആ ഒരു ഫാക്ടർ മാത്രമാണ് എന്ത് ചെയ്യുന്നത് വാട്സപ്പ്. അങ്ങനെയാണ് വാട്സപ്പ് നമ്മളെ വെരിഫൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇതിനുള്ള ഒരു പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ ഇപ്പം ഇതിൽ 2 സ്റ്റെപ്പ് ഒതന്റിക്കേഷൻ നിർബന്ധമാണ് ചെയ്യണം എന്ന് പറയാനുള്ള കാരണം ഇപ്പോൾ പല കേസുകളും റിപ്പോർട്ട് ചെയ്യുന്ന എങ്ങനെ നമ്മുടെ നാട്ടിലേക്ക് സൈബർ പോലീസ് സ്റ്റേഷനിലാണെങ്കിലും എല്ലാം സൈബർ പോലീസ് സ്റ്റേഷൻസ് ഉണ്ടല്ലോ നമുക്ക്, അവിടെയൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന പല കേസുകളിലും വരുന്നത് ഈ വാട്സപ്പിന്റെ മിസ്യൂസ് ആണ്. അല്ല ബാങ്കിന്റെ മിസ്യൂസിലേറെ വരുന്നത് വാട്സപ്പിന്റെ മിസ്യൂസ് ആണ്. അപ്പം നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഇത് എങ്ങനെയാണ് 2 ഫാക്ടർ ഒതന്റിക്കേഷൻ ചെയ്യേണ്ടതെന്നുള്ള മെത്തേഡ് പറഞ്ഞുതരാം. അപ്പൊ വാട്സപ്പിൽ പിന്നെ പാസ്വേഡ് ചോദിക്കുന്നേ ഇല്ല. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. പാസ്വേഡ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് വാട്സപ്പിലില്ല. ഫേസ്ബുക്കിൽ നമുക്ക് ഫേസ്ബുക്കിൽ നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ നമുക്ക് ബൈ ഡിഫാൾട്ട് ആയിട്ട് കൊടുക്കുന്നത് എന്താണ്, നമ്മുടെ പാസ്വേഡ് ആണ്. ഇതിൽ പാസ്വേഡ് എന്ന് പറഞ്ഞ സംഭവമില്ല. അപ്പം നമുക്ക് ഒരാളുടെ SMS റീഡ് ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ഒരാളുടെ, ഞാൻ മജീദ് മാഷിന്റെ
മൊബൈലിലേക്ക് വരുന്ന SMS എനിക്ക് റീഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, മജീദ് മാഷയുടെ പേരിൽ എനിക്ക് വാട്സപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ആ വാട്സപ്പിന്റെ ഓണർ ഞാനായിരിക്കും അല്ലെ. അപ്പൊ എങ്ങനെ SMS എനിക്ക് റീഡ് ചെയ്യാൻ പറ്റുക? ഒന്നുകിൽ ഞാൻ വിളിച്ചു ചോദിക്കാം. അപ്പൊ രണ്ട് വിധത്തിലാണ് ഇപ്പൊ നമുക്ക് ഹാക്ക് ചെയ്യുന്നത്. ഒന്നുകിൽ നമ്മളെ തന്നെയാണ് ഹാക്ക് ചെയ്യുന്നത്. അപ്പൊ ഞാനിപ്പോ മജീദ് മാഷ വിളിച്ചിട്ട് പോയി പറയാണ്, ഞാൻ പിന്നെ ബാങ്കിൽ നിന്നാണ്, നിങ്ങൾക്ക് ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്, ആ മെസ്സേജിൽ നമ്പർ പറഞ്ഞു തരൂ, അല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് ബ്ലോക്ക് ആവുമെന്ന് പറയുമ്പോൾ മജീദ് മാഷ് പെട്ടെന്ന് എന്തെങ്കിലും തിരക്കിന്റെ ഇടയിലോ അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെ എനിക്ക് നമ്പർ പറഞ്ഞു തരികയാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, ആ വാട്സപ്പ് എന്റെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈലിൽ ഞാനൊരു ഹാക്കിംഗ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് വിചാരിക്കുക. അതും ചെയ്യുമ്പോൾ കുറെ ഈസി മെത്തേഡുകളുണ്ട്. ഒരു ഹാക്കർക്ക് വളരെ ഈസിയാണ് നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ആ മെത്തേഡ് വഴിയോ ആരെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഈ വരുന്ന SMS കിട്ടും. ഈ വരുന്ന SMS എന്ന് പറഞ്ഞാൽ ബാങ്കിന്റെ SMS ആവാം, വാട്സപ്പിന്റെ SMS ആവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റെയിൽവേ ബുക്ക് ചെയ്തതിന്റെ SMS ആവാം, പല SMS ഓ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ മെത്തേഡുകൾ വഴി എടുക്കാം. പക്ഷേ അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടത് പറഞ്ഞാൽ ഇത്തരം കാര്യങ്ങളൊക്കെ വരാതിരിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, വാട്സപ്പിൽ നമുക്ക് 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ആഡ് ചെയ്യാം. അപ്പൊ സാധാരണ ഇതിൽ നമുക്ക് വാട്സപ്പിൽ ഞാൻ നേരത്തെ പറഞ്ഞു ബൈ ഡിഫാൾട്ടുള്ള സംതിങ് യു ഹാവ് ഒതന്റിക്കേഷൻ ആണ്, അത് SMS ആണ്. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു സ്റ്റെപ്പും കൂടി ആഡ് ചെയ്തു, അതായത് സംതിങ് യു നോ, അതായത് നമ്മളെ പാസ്വേഡും കൂടി വാട്സപ്പിലേക്ക് ആഡ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ അതിനെ എന്താ ചെയ്യേണ്ട സ്റ്റെപ്സ് ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതായത് ഇതിന്റെ നോട്ട്സ് തരാം. അപ്പം ഇതിന്റെ സ്റ്റെപ്പ് സ്ക്രീനും കാണിച്ചു തരാം. ആദ്യം നമ്മൾ വാട്സപ്പിൽ പോയിട്ട് ടോപ്പിൽ സെറ്റിംഗ്സ് ക്ലിക്ക് ചെയ്യുന്ന, സെറ്റിംഗ്സ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ അക്കൗണ്ട്സ് ക്ലിക്ക് ചെയ്യുന്ന 2 സ്റ്റെപ്പ് വെരിഫിക്കേഷനിൽ അവിടെ പോയിട്ട് എനേബിൾ കൊടുക്കുന്നു. നമ്മൾ 6 ഡിജിറ്റ് പിന്ന് കൊടുക്കുന്നു. ഒരു തവണ കൂടി നമ്മളോട് ചോദിക്കും അത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളോട് ഇമെയിൽ ചോദിക്കും. അത് മാൻഡേറ്ററി അല്ല, പക്ഷെ റെക്കമെൻഡഡ് ആണ്. ഇമെയിൽ രണ്ടാമത്തെ തവണയും കൂടി ഇമെയിൽ കൊടുത്തിട്ട് അത് കൺഫേം ചെയ്യുന്നു. അത് കൊടുത്തു കഴിഞ്ഞാൽ സെറ്റായി. പിന്നെ നമ്മളോട് അടുത്ത തവണ നമ്മൾ ഈ മൊബൈലിൽ അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ നമ്മളെ ഈ നമ്പർ കൊടുത്തിട്ട് വാട്സപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറയുകയാണെങ്കിൽ ഈ നമ്പർ ഈ പാസ്വേഡ് കൂടി കൊടുത്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ആ വാട്സപ്പ് അതിനകത്ത് ഇൻസ്റ്റാൾ ആവുള്ളൂ. അപ്പൊ അതുകൊണ്ടുള്ള ഗുണം തന്നെ ആരെങ്കിലും ഒരാൾ നമ്മളെ വിളിച്ചിട്ട് നമ്മളെ SMS വന്ന് നമ്മളെ പറ്റിച്ചെടുത്തു, അല്ലെങ്കിൽ നമ്മളെ മൊബൈലിൽ എന്തെങ്കിലും ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്ക് വന്ന SMS എടുത്തു കഴിഞ്ഞാലും എന്ത് ചെയ്യില്ല, ഇവർക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല. ഈ പാസ്വേഡ് കൂടി നമ്മൾ പറഞ്ഞു കൊടുക്കണം. അപ്പോഴേക്കും നമുക്കൊരു ബോധം വരും, ഈ പാസ്വേഡ് ചോദിക്കുന്നുണ്ട്, ഇതപ്പോ ഇതെന്തായാലും ഒതന്റിക് അല്ല എന്നൊരു ബോധം നമുക്ക് വരും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് എനേബിൾ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ സ്ക്രീൻസ് ഒന്ന് നോക്കുക. ഇപ്പം ഇതെന്റെ സ്ക്രീനാണ്, മൊബൈലിന്റെ സ്ക്രീനാണ്. ഇതിലിപ്പോ നമ്മൾ ആ ടോപ്പ് കോർണറിലുള്ള ആ 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുന്നത്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് നമുക്ക് എന്ത് ചെയ്യുന്നത്, സെറ്റിംഗ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും, ലാസ്റ്റ് ഓപ്ഷൻ. അത് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നത്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞ സംഭവം കിട്ടും. അക്കൗണ്ട് അതിനകത്താണ് പ്രൈവസി, സെക്യൂരിറ്റി, ചേഞ്ച് നമ്പർ എന്ന് പറഞ്ഞ ഫീച്ചേഴ്സ് ഒക്കെ ഉള്ളത്. അത് ക്ലിക്ക് ചെയ്യുന്നത്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നത്, 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്ന് എടുക്കുന്നത്. അതെടുത്തു കഴിഞ്ഞാൽ നമ്മളോട് പറയും 2 സ്റ്റെപ്പ് ഫോർ ആഡഡ് സെക്യൂരിറ്റി എനേബിൾ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് വരും. ഇത് നമുക്ക് എന്ത് ചെയ്യാം, ക്ലിക്ക് ചെയ്യാം, എനേബിൾ എന്ന് കൊടുക്കുക. എനേബിൾ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു 6 ഡിജിറ്റ് പിന്ന് ചോദിക്കും. അപ്പൊ നമുക്ക് നമ്മുടെ എന്തെങ്കിലും ബന്ധപ്പെട്ട എന്തെങ്കിലും നല്ലൊരു നമ്പർ കൊടുക്കുക, 6 ഡിജിറ്റ് നമ്പർ കൊടുക്കുക. അത് ഒന്നും കൂടി കൺഫേം ചെയ്യാൻ പറയും. അടുത്ത ഇമെയിലാണ്. ഇമെയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാൻഡേറ്ററി അല്ല, നമുക്ക് വേണമെങ്കിൽ സ്കിപ്പ് എന്ന് പറയാം. മുകളിൽ സ്കിപ്പ് ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ഇമെയിൽ ID കൊടുക്കാം. ഇമെയിൽ ID കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും കൂടി ചോദിക്കും ഇമെയിൽ ID. അപ്പൊ കഴിഞ്ഞാൽ അത് എനേബിൾ ആവും. ഡണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ എനേബിൾ ആവും. ഇനി ഇടയ്ക്കൊക്കെ നമ്മളെ മൊബൈലിൽ ഇവര് റാൻഡം ഒരു പീരിയോഡിക്കലായിട്ട് നമ്മളോട് ഈ നമ്പർ ചോദിക്കും. ഇതെന്തിനാന്ന് പറഞ്ഞാൽ നമ്മൾ മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇത് ഒരിക്കൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഏതെങ്കിലും കാലമായിരിക്കും നമ്മൾ വീണ്ടും റീഇൻസ്റ്റാൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ മൊബൈൽ മാറ്റുന്നത് കുറെ കൊല്ലങ്ങൾക്ക് ശേഷമായിരിക്കും. അപ്പൊ നമ്മൾ മറന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ ഇടയ്ക്കൊക്കെ ചിലപ്പോൾ ഒരു ദിവസമോ 2 ദിവസമോ ചിലപ്പോൾ ഒരാഴ്ചയിൽ ഒരിക്കലോ ഒക്കെ ആയിരിക്കും നമ്മളോട് പീരിയോഡിക്കലായിട്ട് ഇത് ചോദിക്കും. നമ്മളോട് പിന്നെ ഈ 6 ഡിജിറ്റ് നമ്പർ കൊടുക്കാൻ പറയും. അതുപോലെ തന്നെ റീഇൻസ്റ്റാൾ ചെയ്യുമ്പോഴും ചോദിക്കും. അപ്പം പീരിയോഡിക്കലി ആൻഡ് ഡ്യൂറിംഗ് ദി റീഇൻസ്റ്റലേഷൻ പ്രോസസ്സിൽ ഇത് ചോദിക്കും. അപ്പോൾ വേറൊരാൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാൻ എന്റെ സ്ക്രീൻ ഒന്നും കൂടി കാണിക്കാം. സ്റ്റെപ്സ് ആദ്യം നമ്മൾ ടോപ്പിലുള്ള 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുന്നത്. പിന്നെ ആ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ വരുന്ന മെനു ഇങ്ങനെയാണ്. ആ മെനുവിൽ നമ്മൾ സെറ്റിംഗ്സ് ക്ലിക്ക് ചെയ്യുന്നു, ടാപ്പ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, അക്കൗണ്ട് എന്നത് സെറ്റിംഗ്സ് ടാപ്പ് ചെയ്ത് നമുക്ക് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞ സെക്ഷൻ കിട്ടും. അക്കൗണ്ട് എന്ന് പറഞ്ഞത് ടാപ്പ് ചെയ്യുന്നു.
പിന്നെ അതിനകത്ത് പോയിട്ട് 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ടാപ്പ് ചെയ്യുന്നു. പിന്നെ നമ്മൾ അത് എനേബിൾ ചെയ്യണോന്ന് ചോദിക്കുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, എനേബിൾ ക്ലിക്ക് ചെയ്യുന്നു. എനേബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളോട് 6 ഡിജിറ്റ് പിൻ എൻ്റർ ചെയ്യാൻ പറയും. അത് കൺഫർമേഷൻ ചോദിക്കും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇമെയിൽ ഒന്നും കൂടി എൻ്റർ ചെയ്യാൻ പറയും. ഇമെയിൽ ഫസ്റ്റിൽ എൻ്റർ ചെയ്യാൻ പറയും. പിന്നെ ഒന്നും കൂടി കൺഫേം ചെയ്യാൻ പറയും. അത് കഴിഞ്ഞാൽ അടുത്തത് ഡൺ. ഇത്ര സ്റ്റെപ്പ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തു, 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ. അപ്പോൾ പിന്നെ നമുക്ക് ഇടയ്ക്കൊക്കെ എന്ത് ചെയ്യും, ഇത് നമ്മളോട് ചോദിക്കും. ഇത് 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ നമ്മളോട് ഇടയ്ക്കൊക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും, ഈ നമ്മൾ മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇത്രയാണ് നമുക്ക് ഈ വാട്സപ്പിന്റെ ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇത് ക്ലിയർ ആണല്ലോ അല്ലെ? ഇതിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ എൻഡ് ഓഫ് സെഷനിൽ നമുക്ക് Q&A ചെയ്യാം. ഇനി അടുത്തത് നമുക്ക് എങ്ങനെയാണ് ബിഗ് ഈ അറ്റാച്ച്മെന്റ് മെയിൽ ചെയ്യുക എന്നുള്ളത്. അപ്പം ബിഗ് അറ്റാച്ച്മെന്റ് എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ നമ്മളൊരു പിക്ചർ, നമ്മൾ ഇന്നലെ സാറ് സൈസിന്റെ ഫയലിന്റെ സൈസിന്റെ കൺസെപ്റ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം സാധാരണ ഫയൽസ് ഒക്കെ ഒരു KBC ഉണ്ടാവുള്ളൂ. ചിലത് MBസിലേക്ക് പോവാം, പിക്ചേഴ്സ് ഒക്കെ ഇമേജസ് ഒക്കെ വരുമ്പോൾ ചിലതൊക്കെ MBസിലേക്ക് പോവാം. പിന്നെ നമ്മുടെ ഒരു വലിയൊരു വീഡിയോ ഒക്കെ ആണെങ്കിൽ മാത്രമാണ് GBസിലേക്കൊക്കെ പോവുക. അപ്പൊ വലിയൊരു റോ ഫുട്ടേജ്, നമ്മുടെ വീഡിയോ റെക്കോർഡ് ചെയ്തതിന്റെ റോ ഫുട്ടേജ്, ഇതൊക്കെയാണ് വലിയ സൈസിലേക്ക് പോകുന്നത്. അപ്പൊ അതിനൊക്കെ നമുക്ക് എങ്ങനെ ഒരാൾക്ക് മെയിൽ അയച്ചു കൊടുക്കണം എന്നുള്ള മെത്തേഡാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സാധാരണഗതിയിൽ നമ്മൾ മെയിലിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഒന്നിൽ Gmail ആയിരിക്കും, അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റിന്റെ ഹോട്ട്മെയിലോ അല്ലെങ്കിൽ ലൈവ് അക്കൗണ്ടോ അതൊക്കെ ആയിരിക്കും ഉപയോഗിക്കുക. നമ്മളൊരു 25 MB വരെയാണ് ഡയറക്റ്റ് നമുക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റുന്നത് Gmail ഡയറക്റ്റ് ആയിട്ട്. പക്ഷെ അതിന്റെ കൂടുതൽ വലിയത് അറ്റാച്ച് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, അത് മൈക്രോസോഫ്റ്റിന്റെ ഗൂഗിളിന്റെ ഗൂഗിൾ ഡ്രൈവിലേക്ക് അത് ഓട്ടോമാറ്റിക് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ട് ലിങ്ക് ആയിരിക്കും അയച്ചു കൊടുക്കുക. അത് നമുക്ക് 15 GB ആണ് നമുക്ക് ഗൂഗിൾ ഫ്രീ ആയിട്ട് തരുന്ന സ്പേസ്, 15 GB. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരാൾക്ക് ഒരു ഫയൽ അയച്ചു കൊടുത്തു, അടുത്ത ആൾക്ക് വേറൊരു ഫയൽ അയച്ചു കൊടുത്തു, ഇങ്ങനെ വലിയ വലിയ ഫയലുകൾ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്പേസ് ഇത് അതിൽ നിന്നാണ് പോകുന്നത്. നമ്മുടെ മെയിലും എല്ലാം യൂസ് ചെയ്യുന്നത് ഈ 15 GB എന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഗൂഗിൾ ഡ്രൈവ് വഴി ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്പേസ് ഓവർ ഓക്യുപ്പൈ ആയി പോകും. അതേപോലെ തന്നെ മൈക്രോസോഫ്റ്റിന്റെ ആണെങ്കിൽ മൈക്രോസോഫ്റ്റും ഇതേ സെയിം സപ്പോർട്ട് തന്നെ. OneDrive ഡ്രൈവ് എന്ന് പറഞ്ഞ കൺസെപ്റ്റാണ് മൈക്രോസോഫ്റ്റിനുള്ളത്. പക്ഷെ അത് 5 GB വരെ തരുന്നുള്ളൂ നമുക്ക്. അതും തന്നെ എന്താണ്, നമ്മൾ വലിയ ഫയൽ അയച്ചു കഴിഞ്ഞാൽ ഈ സ്പേസ് നിന്നാണ് പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ അവരിൽ നിന്ന് കൂടുതൽ സ്പേസ് പർച്ചേസ് ചെയ്യേണ്ട പ്രശ്നമുണ്ട്. അപ്പൊ നമുക്ക് അതിന് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് WeTransfer എന്ന് പറഞ്ഞ ഒരു മെത്തേഡ്. പല മെത്തേഡുകളുണ്ട്. അതിൽ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് ഇത് നെതർലാൻഡ് ബേസ്ഡ് ഒരു കമ്പനിയാണ് WeTransfer. അതിലൊരു ഗുണം എന്താന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ ഈസിയാണ്. ഒരാൾക്ക് ഒരു ഫയൽ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അയാൾ ഒരു 7 days വരെ അവരുടെ സെർവറിൽ കിടക്കും. ഇതെങ്ങനെ ചെയ്യുന്ന പറഞ്ഞാൽ ഡയറക്റ്റ് മെയിലായിട്ട് ആ ഫയൽ പോവല്ലേ ചെയ്യുന്നത്. ഇതെന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഈ ഫയലിനെ എടുത്തിട്ട് ഇവരുടെ സെർവറിൽ കൊണ്ടുപോയി ഫയൽ ട്രാൻസ്ഫർ സെർവറിൽ കൊണ്ടുവെക്കും. എന്നിട്ട് അവിടുന്ന് ഒരു ലിങ്ക് തരും ആ ഫയൽ ഡൗൺലോഡ് ചെയ്യാനുള്ള. അപ്പൊ മെയിലായിട്ട് പ്രശ്നമില്ല, നമുക്ക് വെറുതെ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്താൽ മതി. ആ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് കൊടുത്താൽ മതി. പക്ഷെ അതിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് 7 days വരെ ആ ഫയൽ അവിടെ കീപ്പ് ചെയ്യാം. 2 GB ഫയൽ സൈസ് വരെ നമുക്ക് ഒരു ഒറ്റ ടൈമിൽ സെൻഡ് ചെയ്യാം. ഇതിൽ കൂടുതൽ വേണമെങ്കിൽ അവരുടെ പെയ്ഡ് സർവീസ് ഉണ്ട്. പക്ഷെ 2 GB വരെ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ സെൻഡ് ചെയ്യാം. അത് ഫ്രീ സർവീസ് ആണ്. ഒരു രജിസ്ട്രേഷന്റെ ആവശ്യമില്ല. ജസ്റ്റ് നമ്മൾ യൂസർ നെയിം പാസ്വേഡ് ഒന്നും കൊടുത്ത് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് പോവുക, ഒരു ഫയൽ അപ്ലോഡ് ചെയ്യുക, ഒരു ലിങ്ക് ക്രിയേറ്റ് ചെയ്യുക, സെൻഡ് ചെയ്യുക. ഇത്ര വളരെ ഈസി പ്രോസസ്സാണ്. അപ്പൊ നമുക്ക് അതെങ്ങനെ ചെയ്യാന്നൊന്ന് ജസ്റ്റ് നോക്കാം അല്ലെ. അപ്പം WeTransfer.com എന്ന് പറഞ്ഞ സൈറ്റിൽ പോവുക. സോറി, അപ്പൊ ഫസ്റ്റില് പറയും ഇവിടെ വന്നിട്ട് ഇവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഐ അഗ്രി കൊടുക്കുക. കുക്കീസ്, ഈ കുക്കീസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതാണ്. നമ്മൾ ഐ ആക്സെപ്റ്റ് കൊടുത്തു. ഈ കുക്കീസ് എന്താണെന്നുള്ളതും അതിന്റെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാണ്ട്. ഇവിടെ നമുക്ക് ആഡ് യുവർ ഫയൽസ് കാണുന്നുണ്ടല്ലോ സ്ക്രീനിൽ അല്ലേ. അപ്പം ഇതിനകത്ത് ഇവിടെ കാണിക്കുന്നുണ്ട് ആഡ് യുവർ ഫയൽസ് എന്ന് പറഞ്ഞ് കാണിക്കും. ഇവിടെ എന്ത് ചെയ്യാം, നമുക്ക് ഈ പ്ലസ് സിമ്പിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിലുള്ള ഫയൽ നമുക്ക് എന്ത് ചെയ്യാം. ഇപ്പം എൻ്റെ ഒരു ഈ ഒരു ഫയലും എടുത്തു. ഓപ്പൺ കൊടുത്തു. ഇപ്പൊ ഞാൻ 2 ഫയൽ, ചെറിയ ഫയലാണ് ഇത്. എത്ര ഫയലാണെങ്കിലും ഇവിടെ കാണിക്കുന്നുണ്ട്. ആഡ് മോർ ഫയൽസ്, 2 ഫയൽസ് ആഡഡ്, 2 GB റിമൈനിങ്. ഇപ്പൊ ചെറിയ 2 ഫയൽ എടുത്തിട്ടുള്ളൂ. എനിക്ക് എത്ര വലിയ ഫയൽ വേണമെങ്കിലും ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാം. ഇവിടെ വന്നിട്ട് ഇമെയിൽ ടു, ഒന്നിലും നമുക്ക് എന്ത് ചെയ്യാം, ഇവരുടെ ഡയറക്റ്റ് ഇമെയിൽ സർവീസ് വഴി അയക്കാം. ഇവരുടെ ഡയറക്റ്റ് ഇമെയിൽ സർവീസ് വഴി അയക്കുമ്പം അവിടെ പോകുന്നത് എന്തായിരിക്കും,
അവരുടെ മെയിൽ ഐ ഡി, വി ട്രാൻസ്ഫറിന്റെ മെയിൽ ഐ ഡി വഴിയായിരിക്കും പോവുക. അല്ല നമുക്ക് നമ്മളെ മെയിൽ ഐ ഡി തന്നെ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ താഴെയുള്ള ഈ 3 ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഗെറ്റ് ട്രാൻസ്ഫർ ലിങ്ക് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമുക്കിവിടെ മെസ്സേജ്, എന്താണ് മെസ്സേജ് കൊടുക്കാം, ഹായ് പ്ലീസ് ഫൈൻഡ് മൈ പ്രോജക്ട് ഫയൽ. എന്നിട്ട് ഗെറ്റ് എ ലിങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഫയൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്തു, എനിക്കൊരു ലിങ്ക് ക്രിയേറ്റ് ചെയ്തു. ഇതാണ് എന്റെ ലിങ്ക്. ഇതെന്ത് ചെയ്യാം, എനിക്ക് ഇത് കോപ്പി എടുക്കാം, ഈ ഫയൽ കോപ്പി എടുക്കാം. എന്നിട്ട് ഇത് എനിക്ക് എന്റെ വാട്സപ്പ് വഴി അയച്ചു കൊടുക്കാം, അല്ലെങ്കിൽ അത് ഇമെയിൽ വഴി അയച്ചു കൊടുക്കാം, എങ്ങനെ വേണമെങ്കിലും അയച്ചു കൊടുക്കാം. അപ്പൊ ഇത് റിസീവ് ചെയ്യുന്ന ആൾക്ക് അത് കിട്ടിക്കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, മെയിലിൽ ക്ലിക്ക് ചെയ്യും. മെയിലിൽ ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ ലിങ്ക് കിട്ടും. ആ ലിങ്കിനകത്ത് ഇവിടെ എന്ത് ചെയ്യും, യു ആർ റെഡി ടു ഡൗൺലോഡ് ഇവിടെ നിന്ന് എന്ത് ചെയ്യാം, അവർക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇത് ക്ലിയർ ആണല്ലോ അല്ലെ? അപ്പം ഇതിൽ ഇവരുടെ എന്താണ് ബെനിഫിറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇവിടെ വരുമ്പോൾ തന്നെ കാണാം, ഇവിടെ കുറെ പരസ്യങ്ങളൊക്കെ കാണാം, ഫുൾ സ്ക്രീൻ പരസ്യം കാണാം. ഇവിടെ ഈ ഒരു പരസ്യമാണ് ഈ കമ്പനിയുടെ ഒരു അഡ്വർടൈസ്മെന്റ്. അതുവഴിയാണ് അവർ എന്ത് ചെയ്യുന്നത്, അവരുടെ ഇൻകം ഏൺ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവരുടെ വേറെ സംഭവം എന്ന് പറഞ്ഞാൽ ഇവരുടെ പെയ്ഡ് സർവീസ് ഉണ്ട്. ഇപ്പൊ ഇതിനകത്ത് 2 GB മാത്രമേ ഉള്ളൂ. ഈ 2 GB പകരം നമുക്ക് കൂടുതൽ കപ്പാസിറ്റി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവരുടെ പെയ്ഡ് സർവീസ് കൊടുക്കാം. അപ്പൊ സാധാരണ ഇതിൽ 2 GB നമുക്ക് എത്ര ഒരു 2 GB ഒരു മൾട്ടിപ്പിൾ ആയിട്ട് അയച്ചാലും മതി നമ്മുടെ പ്രശ്നം തീർക്കാൻ വേണ്ടി. വലിയ ഫയലാണ്, ഒരു 4 GB ഫയലുണ്ട്, 2 സെഷനായിട്ട് അയക്കണം, ഇത്രയേ ഉള്ളൂ. അതിൽ കൂടുതലുണ്ടെങ്കിൽ, അതിൽ ആ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവരുടെ സർവീസ് ഓപ്റ്റ് ചെയ്തിട്ട് ഇവിടെ ഉണ്ട് പ്രോഡക്ട്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ സർവീസസ് കിട്ടും, അതുവഴി എടുക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത് ക്ലിയർ ആണല്ലോ? വേണേ ഒന്നുകൂടി കാണിക്കാൻ വേണമെങ്കിൽ ക്ലിയർ ആയ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു പറഞ്ഞാല് വി ട്രാൻസ്ഫറിൽ പോയി, വി ട്രാൻസ്ഫർ എന്ന് പറഞ്ഞ സൈറ്റിൽ പോയി ഇവിടെ വന്നിട്ട് ആഡ് യുവർ ഫയൽസ് എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്തു. നമ്മുടെ ഫയൽ ഏതാ വേണ്ട വെച്ചാൽ സെലക്ട് ചെയ്തു. എന്നിട്ട് നമുക്ക് ഗെറ്റ് എ ലിങ്കോ അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഇമെയിലോ സെൻഡ് ആസ് ഇമെയിൽ ട്രാൻസ്ഫർ എന്ന് കൊടുക്കുകയാണെന്ന് വെച്ചാൽ നമ്മുടെ ഇമെയിലും ഇത് ആർക്കാണോ അയക്കേണ്ട മെയിലും കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് സെൻഡ് ചെയ്യാൻ പറ്റും. ഇത്രയേ ഉള്ളൂ അതിന്റെ സംഭവം. നമുക്ക് അടുത്ത പാർട്ടിലേക്ക് മൂവ് ചെയ്യാം. അപ്പം അടുത്തത് നമ്മൾ എങ്ങനെയാണ് സെർച്ച് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. സെർച്ച് ചെയ്യാൻ നമ്മൾ സാധാരണ നമ്മൾ ഗൂഗിളിൽ പോയിട്ട് ജസ്റ്റ് സെർച്ച് ചെയ്യും. സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ ഡീറ്റെയിൽസ് കിട്ടും. ഉദാഹരണമായിട്ട് നമുക്ക് സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ സോളാർ പ്രോജക്ട് ഇൻ കേരള എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ സരിതയെ കുറിച്ച് ഡീറ്റെയിൽസ് അല്ലാതെ വരാറില്ല. കൂടുതൽ സരിതയെ കുറിച്ച് അതിന്റെ പൊളിറ്റിക്സിന്റെ പാർട്ടല്ല ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ഇവിടെ അതിന്റെ ടെക്നിക്കൽ പാർട്ട് ഡിസ്കസ് ചെയ്യാം. അതായത് ഇപ്പൊ നമുക്ക് സോളാർ കേരള വിത്തൗട്ട് സരിത, സരിതയെ കുറിച്ച് അല്ലാത്ത, അല്ലെങ്കിൽ സരിത എന്ന വേർഡ് ആ വ്യക്തിയെ കുറിച്ചോ അതിനെ കുറിച്ചോ അല്ല, ടെക്നിക്കൽ പാർട്ട് മാത്രമാണ് ചർച്ച ചെയ്ത് ഒന്നുകൂടി പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ഒരു അല്ലാത്ത ഒരു ടോപ്പിക്കിനെ നമുക്ക് എക്സ്ക്ലൂഡ് ചെയ്തിട്ട് വരണം എന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ഗൂഗിൾ കണ്ടമാനം ഡീറ്റെയിൽസിന് കൊടുത്തിട്ട് തരികയാണ് ചെയ്യുന്നത്. അപ്പം ഫോർ എക്സാമ്പിൾ കാണിച്ചു തരാം. അപ്പം ഇപ്പൊ ഈ വർഷമൊക്കെ എങ്ങനെ ഉണ്ടാറിയില്ല, സോളാർ കേരള എന്നടിച്ചു കഴിഞ്ഞാല് ഇതിൽ ഇമേജസ് കൊടുത്തു കഴിഞ്ഞാല് ഇവിടെ വന്നു കഴിഞ്ഞാൽ സരിതയെ കുറിച്ച് ഇപ്പോ കുറെ കുറഞ്ഞിട്ടുണ്ട്. കാരണം ഇതിന്റെ ഹിറ്റിനെ ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. ഇവിടെ നമ്മൾ മൈനസ് സിമ്പൽ ഇട്ടിട്ട് ഇങ്ങനെ കൊടുക്കുക. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ എണ്ണം കുറയും, പറ്റ പോകുന്നില്ല, അതിന്റെ എണ്ണം കുറയും. ഇപ്പൊ നേരത്തെ ഇപ്പൊ ദൂരം ഒന്നും കിട്ടിയിട്ടില്ല. ഇതിന്റെ എണ്ണം കുറഞ്ഞിട്ട് നമുക്ക് മാക്സിമം അതിന്റെ എണ്ണം കുറഞ്ഞിട്ടുള്ള ഡീറ്റെയിൽസ് കിട്ടും. ഇപ്പൊ എന്തെങ്കിലും പിക്ചറിൽ വന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടാകും എന്നല്ലാതെ ഈ വേർഡ്സിൽ അതിനെ കുറിച്ചുള്ള ഒന്നും ഉണ്ടാവില്ല. ഇപ്പൊ നമ്മൾ സെർച്ച് ചെയ്തിട്ട് കിട്ടിയിട്ടില്ല, കണ്ടല്ലോ. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ഒരു ടോപ്പിക്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഈ COVID-19 കേരള എന്ന് കൊടുത്തു കഴിഞ്ഞാൽ കേരളത്തിനെ കുറിച്ചല്ലാത്ത COVID-19 കേസസിന്റെ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ അത് പിക്ചേഴ്സിലല്ല, നമുക്ക് ഇതിലേക്ക് പോവാം. കേരളത്തിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആയിരിക്കില്ല വരിക. മനസ്സിലായില്ലേ? അപ്പം ഇതാണ് ഒരു ടോപ്പിക്ക് ഒഴിവാക്കിയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ. ഇവിടെ ഹൈഫൺ ഇടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട പറഞ്ഞാൽ ഹൈഫണിന് ശേഷം സ്പേസ് പാടില്ല, ജസ്റ്റ് ഇങ്ങനെ തന്നെ ഇടണം കേട്ടോ. അപ്പൊ ഇതാണ് സ്കിപ്പ് ചെയ്തിട്ട് നമുക്ക് ഒരു ടോപ്പിക്ക് ചെയ്ത്. അപ്പൊ സാധാരണ ഇതിൽ നമ്മളൊരു സെർച്ച് ചെയ്യുമ്പോൾ ഫോർ എക്സാമ്പിൾ ഇനി ടെററിസ്റ്റ് അറ്റാക്ക് ഇൻ ഫ്രാൻസ് എന്ന് ഓർത്തു വരിക.
ഫ്രാൻസിൽ നടന്ന ടെററിസ്റ്റ് അറ്റാക്കിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽസ് കിട്ടണമെങ്കിൽ ഇവിടെ ഇപ്പം 0.82 സെക്കൻഡിലാണ് അബൌട്ട് 20 ബില്യൺ റെക്കോർഡ്സ് നമുക്ക് ഗൂഗിൾ കൊണ്ടുവന്നത് അല്ലെ. ഈ റെക്കോർഡ്സ് മൊത്തം വായിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല. അപ്പൊ നമുക്ക് അറിയേണ്ടത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇതില് BBC എന്ന സൈറ്റിൽ വന്ന ഡീറ്റെയിൽസ് മാത്രം മതി. ഈ പിന്നെ ടോപ്പിക്കിനെ കുറിച്ച് ഈ ടെററിസ്റ്റ് അറ്റാക്ക് ഇൻ ഫ്രാൻസ് അത് BBC ന്യൂസിൽ വന്ന് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതിയെങ്കിൽ ഇവിടെ എന്ത് ചെയ്യാം, ഇവിടെ സ്പേസ് ഇട്ട് site:/BBC.com എന്ന് കൊടുക്കുക. ഇങ്ങനെ സെർച്ച് ചെയ്യാം. സാധാരണ സെർച്ച് ചെയ്യുന്നതിന് പകരം site:/BBC.com എന്ന് കൊടുത്ത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഇപ്പോൾ എണ്ണം കുറഞ്ഞു, 5500 റെക്കോർഡ്സ് ആയി മാറി. എത്രയോ വലിയ ലാർജ് റെക്കോർഡ്സ് എന്ന് നമുക്ക് വേണ്ട ഡാറ്റ നാരോ ഡൗൺ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ച് കൊണ്ടുവരാൻ പറ്റും. ഇപ്പം ഇത് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഇതിനെ കുറിച്ച് കുറെ ഡീറ്റെയിൽസ് കിട്ടും. ഇനി വേറൊരു ടോപ്പിക് നോക്കാം. അപ്പം ഇപ്പൊ ഞാൻ കേരള പോലീസ് സൈബർ ഡോം കൊടുത്തു. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം കേരള പോലീസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കിട്ടും, കേരള പോലീസ് സൈബർ ഡോമിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കിട്ടും. അപ്പൊ ഇതിന് എനിക്ക് കേരള പോലീസ് സൈബർ ഡോം മാത്രം മതിയെങ്കിൽ ഇങ്ങനെ കൊടുക്കാം. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള മാത്രമായിരിക്കും ഡീറ്റെയിൽസ് വരിക. അല്ലെങ്കിൽ ഇപ്പം നമുക്ക് ഇതിനാകുമ്പോൾ ഒറ്റ വേർഡും സ്പ്ലിറ്റ് ചെയ്യാതെ ഇതേ വേർഡ്സിൽ തന്നെ സെർച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, രണ്ട് സൈഡിലും ഇത് കൊടുക്കാം. അല്ലെങ്കിൽ ഇപ്പം പിണറായി വിജയൻ ഇങ്ങനെ കൊടുത്തു തരിക. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ കുറെ കോണ്ടാക്ട് നമ്പേഴ്സ് കാണിക്കും. ഇപ്പൊ നമുക്ക് ഈ വേർഡ് മാത്രം ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് ചെയ്യുക, ഡബിൾ കോഡ്സ് ആൻഡിൽ ഡബിൾ കോഡ്സ് ഇട്ട് കഴിഞ്ഞാൽ ആ വേർഡ് മാത്രമായിട്ടുള്ളതായിരിക്കും കിട്ടുക. അപ്പൊ നോ റിസൾട്ട് ഫൗണ്ട്, ഇപ്പം വിത്ത് ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നതല്ല, ഇപ്പം ഡബിൾ കോഡ്സ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ സ്പെസിഫിക് വേർഡ് വെച്ചിട്ട് സെർച്ച് ചെയ്യാൻ പറ്റും. സൈറ്റ് കോൾ എന്ന് പറഞ്ഞാൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ സൈറ്റിലുള്ള സംഭവങ്ങൾ മാത്രം കിട്ടും. പിന്നെ വേറൊരു സംഭവം കൂടി ഉണ്ട്, ഇൻ ടൈറ്റിൽ എന്ന് പറഞ്ഞത്. അപ്പം ഞാൻ ഒരു ടെററിസ്റ്റ് അറ്റാക്ക് മുംബൈ നോക്കും. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ കുറെ ടോപ്പിക്സ് വന്നു. ഇവിടെ എന്ത് ചെയ്യാം, ഞാൻ ഇൻ ടൈറ്റിൽ എന്ന് കൊടുത്തിട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ടൈറ്റിലിൽ മുംബൈ ടെററിസ്റ്റ് അറ്റാക്ക് എന്നുള്ള മാത്രം എടുത്തിട്ട് എന്ത് ചെയ്യും, കൊടുത്തു വരും. അപ്പം ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ നമ്മളൊരു പേജ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടോപ്പിൽ വരുന്ന ഇവിടെ വരുന്നതാണ്, മനസ്സിലായില്ലേ, മുംബൈ ടെററിസ്റ്റ് അറ്റാക്ക്. ഈ ഹെഡിങ് അല്ലെങ്കിൽ ഇതിന്റെ ഈ ഹെഡിങ്ങിൽ വരുന്നതാണ് നമ്മൾ ടൈറ്റിൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത നമുക്ക് ഇതിനകത്ത് പിക്ചർ സെർച്ചിനകത്ത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ ഓക്കെ പിണറായി വിജയൻ തന്നെ അടിച്ചു. ഓക്കെ, എന്നിട്ട് ഞാൻ ഇവിടെ സെർച്ച് ചെയ്യുമ്പോൾ ഓക്കെ ഇവിടെ ഇമേജസിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് കണ്ടമാനം ഇമേജസ് കിട്ടും. എനിക്ക് ഇനി ഇവിടെ വന്നിട്ട് ടൂൾസിൽ വന്നിട്ട് സൈസ്, ഇവിടുത്തെ നമുക്ക് അറിയാവുന്നതാണ് എത്രമാത്രം സൈസിലുള്ള പിക്ചർ വേണം, എനി സൈസ്, ലാർജ്, മീഡിയം അങ്ങനെ വേണമെന്ന് ഉപയോഗിക്കാം. ഇവിടെ കളർ എന്ന് പറഞ്ഞ സംഭവം കൂടി ഉണ്ട്. ഇവിടെ ഞാൻ റെഡ് എടുത്തു കഴിഞ്ഞാൽ റെഡ് ബാക്ക്ഗ്രൗണ്ടിലുള്ള പിണറായി വിജയൻ അല്ലെങ്കിൽ എവിടെയെങ്കിലും ആയിട്ട് റെഡ് പിക്ചർ ഉള്ളതായിട്ടായിരിക്കും വരുന്നത്. അല്ലെങ്കിൽ ഒരു ഗ്രീൻ എടുത്തു കഴിഞ്ഞാൽ എവിടെയെങ്കിലും ആയിട്ട് ഗ്രീൻ ഇമ്പോർട്ടൻസ് ഉള്ള പിക്ചർ ആയിരിക്കും വരുന്നത്. അപ്പൊ നമുക്ക് ഓരോ നമ്മുടെ കളറ് അല്ലെങ്കിൽ ടൈപ്പ്, സൈസ്, ഈവൻ ടൈം, ഇപ്പൊ പാസ്റ്റ് 24 hours അപ്ലോഡ് ചെയ്ത പിക്ചേഴ്സ് ആണ് കിട്ടേണ്ടതെങ്കിൽ ഇത് 9 minutes ബിഫോർ ആണ് വന്ന ന്യൂസ് പേപ്പറിൽ വന്ന ടൈംസ് നൗവിന്റെ ന്യൂസ് പേപ്പറിൽ വന്ന പിക്ചറാണ് ഇത് അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ടൈം കൂടി കൊടുക്കാൻ പറ്റും. പാസ്റ്റ് വീക്ക്, പാസ്റ്റ് മന്ത് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് സോർട്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. പിന്നെ ഉള്ളത് ഫയൽ ടൈപ്പ് കൂടി ഉണ്ട്, അതും കൂടി പറയാം. ഇപ്പൊ നമ്മൾ ഒരു ടോപ്പിക്കിനെ കുറിച്ച് സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ COVID-19 കുറിച്ച് നമ്മൾ സെർച്ച് ചെയ്യാം. COVID-19 കുറിച്ച് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കേരള വേണ്ട, നമ്മൾ ടെക്സ്റ്റിൽ വന്നു കഴിഞ്ഞാൽ കണ്ടമാനം ഡീറ്റെയിൽസ് വരും അല്ലെ. ഇപ്പൊ ഇതിനകത്ത് നമുക്ക് കുറച്ച് PDF ഫയലുകൾ മാത്രമാണ് വേണ്ടെങ്കിൽ ഫയൽ ടൈപ്പ് PDF എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ വരുന്ന ഫയലുകളൊക്കെ എന്തായിരിക്കും,
ഈ ഫസ്റ്റത്തെ പാർട്ട് കഴിഞ്ഞാൽ എല്ലാ PDF ഫയലുകൾ മാത്രമായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഡോക്യുമെന്റ് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ ഉപയോഗിക്കാം. ഇതിന്റെ മിക്സ് ആയിട്ട് ഉപയോഗിക്കാം. site:gov.in ഗവൺമെന്റ് സൈറ്റുകളിൽ വന്ന PDF ഫയലുകൾ മാത്രമാണ് വേണ്ടതെങ്കിൽ അങ്ങനെയും കൊടുക്കാം. അപ്പൊ ഇതൊക്കെ സെർച്ച് എഞ്ചിനിൽ നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളാണ്. അപ്പൊ ബേസിക് സെർച്ച് നമ്മൾ പറഞ്ഞു, സെർച്ച് റിസൾട്ടിന്റെ കൗണ്ടുകൾ എന്താണെന്ന് പറഞ്ഞു, പിന്നെ ബേസിക് പിക്ചർ സെർച്ച്, ടൈം, ഹവർ, കളർ, പിന്നെ ഡബിൾ കോഡ്സ്, സൈറ്റ് കോളൻ പറഞ്ഞു, ഇൻ ടൈറ്റിൽ പറഞ്ഞു, ഫയൽ ടൈപ്പ് പറഞ്ഞു, എക്സ്ക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈഫൺ ഇടുന്നതും പറഞ്ഞു. ഇത്രയും ക്ലിയർ ആണല്ലോ അല്ലെ? ഇനി മുമ്പ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത സംഭവം കോപ്പി റൈറ്റിന്റെ ഒരു ഇഷ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് വിക്കിപീഡിയയിൽ നിന്ന് നമ്മൾ ഡാറ്റ കോപ്പി ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ടെക്സ്റ്റോ അല്ലെങ്കിൽ ഇമേജോ കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ അത് കോപ്പി റൈറ്റ് ഇഷ്യൂ ഉണ്ടോ ഇല്ലേ എന്നുള്ള സംഭവം. അപ്പം കോപ്പി റൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഒരാളുടെ ക്രിയേറ്റിവിറ്റിയെ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് അവരോട് നൽകേണ്ട ഒരു റെസ്പെക്റ്റ് ആണ്, അല്ലെങ്കിൽ ലോയോട് നമ്മൾ ചെയ്യേണ്ട റെസ്പെക്റ്റ് ആണ്, ലോയോട് ചെയ്യേണ്ട റെസ്പെക്റ്റ് ആണ്. അപ്പം ഇതില് വിക്കിപീഡിയയുടെ റൂൾ എന്താന്ന് പറഞ്ഞാൽ വിക്കിപീഡിയയുടെ കണ്ടന്റ് നമുക്ക് കോപ്പി ചെയ്യാം, മോഡിഫൈ ചെയ്യാം, റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. അതിനൊരു കണ്ടീഷൻ ഉണ്ട്. കോപ്പീഡ് വെർഷൻ നമ്മളും ഇതേപോലെ തന്നെ ആയിരിക്കണം കൊടുക്കേണ്ടത്. അത് എന്ന് പറഞ്ഞാൽ വിക്കിപീഡിയ വെച്ചിട്ട് നമുക്കൊരു ബുക്ക് തന്നെ ഇറക്കാം, നമ്മുടേതായ പേരിൽ നമുക്കൊരു ബുക്ക് ഇറക്കാം. പക്ഷെ ഈ ബുക്കിന്റെ കണ്ടന്റ് വേറൊരാൾക്കും എന്ത് ചെയ്യാൻ പറ്റണം? എഡിറ്റ് ചെയ്യാൻ പറ്റണം, റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റണം. അവർക്കും ഇതേ റൈറ്റിനെ നമ്മളും കൊടുത്തിരിക്കണം. ഈ ബുക്കിന്റെ കോപ്പി റൈറ്റ് എന്റേതാണെന്ന് പറഞ്ഞ് നമ്മൾ നിൽക്കാൻ പാടില്ല. മാത്രമല്ല, നമ്മൾ ഇടുന്നതിൽ ഏറ്റവും താഴെ, ഇവിടെ താഴെ കണ്ടല്ലോ, ഞാൻ ഇവിടെ എന്റെ ഈ ഡോക്യുമെന്റിൽ തന്നെ താഴെ ഇട്ടുണ്ട് സോഴ്സസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു ലിങ്ക് കൂടിയിട്ടാണ് ഇപ്പൊ ഞാൻ ഈ ടെക്സ്റ്റ് എടുത്തിരിക്കുന്നത് വിക്കിപീഡിയ തന്നെയാണ്. വിക്കിപീഡിയയുടെ കോപ്പിറൈറ്റ് ആക്ട് എന്താണ്, കോപ്പിറൈറ്റ് ലോ എന്താണെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തപ്പം ആ ടെക്സ്റ്റ് ആണ്, അവരുടെ അതേ ടെക്സ്റ്റ് ഞാൻ കോപ്പി എടുത്താണ്, കുറച്ചൊരു മാറ്റം വരുത്തി കോപ്പി പേസ്റ്റ് ചെയ്താണ്. അപ്പൊ എന്ത് ചെയ്യണം, ഞാൻ ഇവിടെ സോഴ്സസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൊടുത്തിരിക്കണം, വിക്കിപീഡിയ എന്ന് എടുത്തതാണ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ആട്രിബ്യൂഷനും കൂടി കൊടുത്തിരിക്കണം. ഇതാണ് നിർബന്ധമായിട്ടും ചെയ്തിരിക്കേണ്ടത്. അപ്പോൾ ഇല്ലാതിരുന്നാൽ നമ്മൾ ആ കോപ്പി റൈറ്റ് വയലേറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ നമുക്ക് വിക്കിപീഡിയയിൽ നിന്ന് കോപ്പി എടുക്കാം, കോപ്പി എടുത്ത് നമുക്ക് എഡിറ്റ് മോഡിഫൈ ചെയ്യാം, റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം, എന്ത് വേണേലും ചെയ്യാം. രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന്, നമ്മൾ ആട്രിബ്യൂട്ട് ചെയ്തിരിക്കണം. രണ്ടാമത്, നമ്മൾ ഇത് വെച്ച് ജനറേറ്റ് ചെയ്യുന്ന ടെക്സ്റ്റിനും അല്ലെങ്കിൽ എന്താണോ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് അതിനും ഇതേ കോപ്പിറൈറ്റ് ലോ അക്സെപ്റ്റബിൾ ആയിരിക്കണം നമുക്കും. അതേപോലെ വേറെ ആൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിനെ കോപ്പിറൈറ്റ് ചെയ്യാൻ പാടില്ല. അടുത്ത് മുമ്പ് ഞാൻ പല ക്ലാസ്സിലും പറഞ്ഞിട്ടുള്ളതാണ്, നമ്മുടെ പഴയ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ടാണ്, നമുക്ക് കോപ്പിറൈറ്റ് ഫ്രീ ആയിട്ടുള്ള ഇമേജസിന്റെ സോഴ്സസ്. അത് ഈ ക്ലാസ്സിൽ അവർക്ക് ജസ്റ്റ് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. അപ്പോൾ പെക്സൽസ് എന്ന് പറഞ്ഞ സൈറ്റ് ഉണ്ട്, പിന്നെ അതുപോലെ പിക്സാബേ എന്ന് പറഞ്ഞ 2 സൈറ്റ്. ഈ സൈറ്റുകളിലുള്ള പ്രത്യേകത നമുക്ക് ഫ്രീ ആയിട്ട് ഇതിനകത്തുള്ള വീഡിയോസും ഇമേജസും നമുക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഫോർ എക്സാമ്പിൾ കാണിച്ചുതരാം. pexels.com പോയി കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് ഇപ്പം എനിക്ക് ഇന്ത്യൻ ആർട്ടിനെ കുറിച്ചാണ് എനിക്ക് പിക്ചർ വേണ്ടെങ്കിൽ ഞാൻ ഇവിടെ പോയിട്ട് ഇന്ത്യൻ ആർട്ട് എന്ന് സെർച്ച് ചെയ്യുന്നു. ഇന്ത്യൻ ആർട്ടിനെ കുറിച്ച് ഇപ്പൊ എനിക്ക് ഏതാണ്, ഓക്കെ, എനിക്ക് ഈ പിക്ചർ വേണമെങ്കിൽ ഓക്കെ, ഇത് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ കാണിക്കും ഫ്രീ, ഇവിടെ കാണിക്കും, താഴെ കാണിക്കുന്നുണ്ടല്ലേ, ഫ്രീ ടു യൂസ് ആണ്. ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഇവരുടെ ഈ ഫോട്ടോ ബൈ ഡ്രീം ലെൻസ് പ്രൊഡക്ഷൻ ഫ്രം പെക്സൽസ് എന്ന് വേണമെങ്കിൽ കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, നിർബന്ധമില്ല. അപ്പൊ ഈ സൈറ്റിൽ കാണുന്നത് നമുക്ക് എന്ത് ചെയ്യാം, ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം. അവരെ ആട്രിബ്യൂട്ട് ചെയ്യണം നിർബന്ധമില്ല, പക്ഷേ ഇറ്റ് ഈസ് ഫെയർ ടു ആട്രിബ്യൂട്ട്. ഇത്രയേ ഉള്ളൂ. അപ്പൊ പെക്സൽസ് എന്ന സൈറ്റ് പോലെ തന്നെയാണ് പിക്സാബേ എന്ന് പറഞ്ഞ സൈറ്റ്, നിങ്ങൾക്ക് തന്നെ നോക്കാവുന്നേ ഉള്ളൂ. pixabay.com എന്നാണ് സൈറ്റിന്റെ പേര്. അപ്പൊ ഇതിനുള്ളത് അതുപോലെ തന്നെ വീഡിയോസ് ഉണ്ട്. ഇപ്പം പിക്ചറാണ് നോക്കിയത്, ഇവിടെ വീഡിയോസും ഉണ്ട്, കണ്ടമാനം വീഡിയോസ് ഉണ്ട് ഇതിനകത്ത്. അപ്പൊ നമുക്ക് ഇത് നമ്മൾ എടുത്ത പോലെ തന്നെ വീഡിയോ നമുക്ക് ഫ്രീ ഡൗൺലോഡ് ചെയ്യാം. ഇവിടെ ഡൗൺലോഡ് ചെയ്യുമ്പോൾ എത്രമാത്രം സൈസും കാണിക്കും. ഇതൊക്കെ ഇന്നലെ ക്ലാസ്സിൽ പറഞ്ഞിട്ട് തോന്നുന്നു 1920 1080 HD ഫുൾ HD SD ഒക്കെ പറയുന്ന സംഭവങ്ങൾ നമുക്ക് ഇവിടുന്ന് ഉപയോഗിക്കാം. അതും നമ്മളൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ആ വീഡിയോക്ക് വേണ്ടിയിട്ട് ബാക്ക്ഗ്രൗണ്ടിലായിട്ട് ഉപയോഗിക്കാം. പിന്നെ പെയ്ഡ് സൈറ്റുകളുണ്ട്. ഇപ്പം അടുത്തായിട്ട് പെയ്ഡ് സൈറ്റുകൾ ഐസ്റ്റോക്ക്, ഷട്ടർ സ്റ്റോക്ക്, എൻവാറ്റോ അല്ലെങ്കിൽ അഡോബ് സ്റ്റോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് പെയ്ഡ് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് അത് സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് ആണ്, നമുക്ക് അവർക്ക് പേയ്മെന്റ് കൊടുക്കണം. അപ്പോൾ അതിനകത്ത്
കണ്ടമാനം പിക്ചേഴ്സ് കിട്ടും. അതിനകത്ത് നമുക്ക് ആട്രിബ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ പേ ചെയ്തിട്ട് നമ്മൾ എടുക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് പ്രശ്നമില്ലാത്ത സൈറ്റ് ഇമേജസ് ആണ് ഇതിനകത്ത് നിന്ന് കിട്ടുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ മെയിൻ ടോപ്പിക്സ് കഴിഞ്ഞു. അപ്പോൾ ഞാൻ അതിന് മുമ്പായിട്ട് ഒരു ചെറിയൊരു കാര്യം കൂടി പറയാം. കഴിഞ്ഞ മെയ് മാസത്തില്, കഴിഞ്ഞല്ല 2019 മെയ്യില് നമ്മുടെ ഇന്ത്യൻ റെയിൽവേയുടെ ഒരു വൈറൽ ട്വീറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റോപ്പ് ചെയ്യാം. അതുകൊണ്ട് Q&Aയിലേക്ക് പോവാം. അത് എന്തായിരുന്നു പറഞ്ഞാല്, ഒരാള് ഇങ്ങനെ ട്വീറ്റ് ചെയ്തു, obscene and vulgar ads are frequently appearing on IRCTC ticket booking app. This is very embarrassing and irritating. ടാഗ് ചെയ്ത് റെയിൽവേ മിനിസ്റ്റർ ഇന്ത്യ, IRTC ഒഫീഷ്യൽസ്, പീയൂഷ് ഗോയൽ ഒഫീഷ്യൽ, കൈൻഡ്ലി ലുക്ക് ഇൻ ടു എന്ന് പറഞ്ഞിട്ട് ഒരു ട്വീറ്റ് ചെയ്തു. അത് ഇവരുടെ ഇന്ത്യൻ റെയിൽവേയുടെ ടിക്കറ്റ് ബുക്കിംഗ് വെബ്സൈറ്റിലും ആപ്പിലും അവരുടെ പരസ്യങ്ങൾ വരുന്നത് വളരെ മോശപ്പെട്ട പരസ്യങ്ങളാണ് വരുന്നത്. പിന്നെ ഒബ്സീൻ ഇമേജസ് ആണ് വരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് സീരിയസ് ആയിട്ട് നിങ്ങൾ നോക്കണമെന്ന് പറഞ്ഞിട്ട് ട്വീറ്റ് ചെയ്തു. ഇവരൊക്കെ ടാഗ് ചെയ്തിട്ട് ട്വീറ്റ് ചെയ്തു. ഇതിന് ഇന്ത്യൻ റെയിൽവേ കൊടുത്ത ഒരു മറുപടി ഉണ്ട്. അതാണ് വൈറലായ മറുപടി. IRTC uses Google ad serving tool ADX for serving ads. This ad uses cookies to target the user based on user history and browsing behavior. Ads are shown. Please clean and delete browser cookies and history to avoid such ads. അവർ പറഞ്ഞാല് ഇന്ത്യൻ റെയിൽവേ ഗൂഗിളിന്റെ ആഡ് എക്സ്ചേഞ്ച് എന്ന സർവീസാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് പരസ്യങ്ങൾ കാണിക്കാൻ വേണ്ടി, നിങ്ങളെ ടാർഗറ്റ് ചെയ്ത് പരസ്യങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ റെയിൽവേ ഉപയോഗിക്കുന്നത് ഗൂഗിളിന്റെ സർവീസാണ്. അതായത് നിങ്ങൾ എന്താണോ സെർച്ച് ചെയ്യുന്നത് അതിനെക്കുറിച്ചുള്ള പരസ്യങ്ങളാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അപ്പൊ അത് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ, ഇത്തരം പരസ്യങ്ങൾ, വേണ്ടാത്ത പരസ്യങ്ങൾ ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളെ ബ്രൗസർ ഹിസ്റ്ററി ക്ലീൻ ചെയ്യുക. അതിനകത്ത് നിങ്ങൾ കമ്പ്യൂട്ടറിനകത്തുള്ള കുക്കീസ് ക്ലീൻ ചെയ്യുക. അവർ പറഞ്ഞിട്ടില്ല നിങ്ങൾ വേണ്ടാത്തത് സെർച്ച് ചെയ്യേണ്ടെന്ന് അവർ പറഞ്ഞിട്ടില്ല. അവർ പറഞ്ഞത് ഇതാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കൊടുത്തു. ഇതാണ് അതിന്റെ ഒരു ഔട്ട്പുട്ടായിട്ട് നമ്മൾ കഴിഞ്ഞ വർഷം വളരെ വൈറലായ ഒരു ടോപ്പിക്കാണ്. ഇതിനെക്കുറിച്ചാണ് നമുക്ക് അടുത്ത തവണ നമുക്ക് പറയാനുള്ളത്. നമ്മുടെ കമ്പ്യൂട്ടറിനകത്തുള്ള സ്പൈ ആയിട്ടുള്ള കുക്കീസ് എന്താണെന്നുള്ളത്. അതായത് നമ്മൾ എന്താണോ സെർച്ച് ചെയ്തത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഗൂഗിളിൽ പോയിട്ട് ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ട്രൈ ചെയ്ത് ചെയ്യുക, ടിക്കറ്റ് സെർച്ച് ചെയ്തിരിക്കുക. പിന്നെ ഫേസ്ബുക്ക് പോയാൽ കാണും ഈ ടിക്കറ്റായിട്ട് ബന്ധപ്പെട്ട പരസ്യം അവിടെ കാണും, അല്ലെ? അതുപോലെ തന്നെ അത് നമ്മൾ വേറെ എന്തെങ്കിലും സെർച്ച് ചെയ്തിരിക്കുക, ഒരു ടോയ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊഡക്റ്റ് സെർച്ച് ചെയ്തിരിക്കുക. നമ്മൾ ഏതെങ്കിലും സൈറ്റിൽ പോയി കഴിഞ്ഞാൽ സൈറ്റിന്റെ സൈഡിൽ കാണുന്ന പരസ്യം നമ്മൾ സെർച്ച് ചെയ്തതായിട്ട് ബന്ധപ്പെട്ട പരസ്യമായിരിക്കും വരുന്നത്. അതും നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയ റിലേറ്റഡ് പ്രൊഡക്റ്റ് ആയിട്ടുള്ള പരസ്യമായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പം ഗൂഗിള് നമ്മുടെ കമ്പ്യൂട്ടറിനകത്തുള്ള നമ്മളെ തന്നെ സ്പൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്, സ്പൈ നമ്മൾ ഡബിൾ കോട്ട്സിലാണ് ഇട്ടിരിക്കുന്നത്, സ്പൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമുണ്ട് കുക്കീസ്. അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പം അടുത്ത തവണ നമുക്ക് കുക്കീസ് എന്താണെന്ന് പറയാം. അപ്പൊ നമ്മളെ ടൈം ഏകദേശം കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ കുക്കീസ് എന്താണെന്ന് പറയാം, VPN എന്താന്ന് പറയാം അടുത്ത സെഷനിലായിട്ട്. ഈ VPN ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള പ്ലസും മൈനസും ഒക്കെ പറയാം. പിന്നെ ആന്റി മാൽവെയർ, ആന്റി വൈറസ് എന്താണ്, അതുപോലെ തന്നെ സൈബർ സെക്യൂരിറ്റി, ഇത്രയും കാര്യങ്ങൾ നമുക്ക് അടുത്ത തവണ പറയാം. അപ്പം ഞാൻ വേറെ ഇതിപ്പോ തന്നെ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, ഇതല്ലാതെ എന്തെങ്കിലും ടോപ്പിക്സ് നിങ്ങൾക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, സൈബർ സെക്യൂരിറ്റി ആയിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ടോപ്പിക്സ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ ഇതേക്കുറിച്ച് നിങ്ങളുടെ കമന്റുകൾ ഇടുക. അപ്പൊ അതാകുമ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് പ്രിപ്പയർ ചെയ്തിട്ട് എനിക്ക് സ്ലൈഡ്സ് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് Q&Aയിലേക്ക് പോകാം അല്ലേ? ഒന്നാമത്തെ എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മൾ ആ ബിഗ് അറ്റാച്ച്മെന്റ്, ഹാരിസ് ആണ് ബിഗ് അറ്റാച്ച്മെന്റ് ഇമെയില്, ഓക്കെ, അത് നമുക്ക് എന്തറിയോ, ആ സ്ക്രീൻ നിങ്ങൾ ചെറുതാക്കി വെച്ചതുകൊണ്ട് അതിന്റെ സ്റ്റെപ്സ് ക്ലിയർ ആയില്ല. ഓക്കെ, അതാണ് ഒരു കാര്യം പറയാനുള്ളത്. ഞാൻ ഇടപെടട്ടെ ഒരു സെക്കൻഡ് ഹാരിസ്, ഞാൻ പറയട്ടെ? ഓക്കെ, പറഞ്ഞു. ഹാരിസ്, ഇത്തരം സ്ക്രീനുകൾ വലുതാക്കിയിട്ട് ഇപ്പൊ കാണിക്കാൻ പോയാൽ നമ്മുടെ Q&A ബ്രേക്ക് ആവും. അതിന്റെ നാളെ ഗ്രൂപ്പില് ക്ലാസ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നോട്ടായിട്ട് നൂറില് കിട്ടും. അപ്പൊ 100 അവൈലബിൾ ആയിരിക്കും, ഗ്രൂപ്പിൽ അവൈലബിൾ ആയിരിക്കും. അപ്പൊ അല്ല, ഞാൻ ഭാവിയിലേക്ക് അടുത്ത ക്ലാസ്സിലേക്ക് തീർച്ചയായിട്ടും എന്താ അറിയോ, ഈ പിന്നീട് കാണിച്ച സെർച്ചിങ് ഉണ്ടല്ലോ, സെർച്ച് എഞ്ചിൻ, അത് കാണിച്ചപ്പോഴും സ്ക്രീന് ചെറുതായതുകൊണ്ട് മൊത്തത്തിൽ സ്ക്രീൻ നമുക്ക് ക്ലിയർ ആയി കിട്ടിയില്ല.
ഓക്കെ. അപ്പൊ ഞാൻ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ അടുത്തതിൽ ശ്രദ്ധിച്ചാൽ മതി. കുഴപ്പമില്ല. ഞാൻ എന്താ ചെയ്യാന്നാല് ഈ സ്ക്രീനിന്റെ നമ്മുടെ കമാൻഡ്സുകൾ മൊത്തമായിട്ട് പിന്നെ ഞാൻ ഉപയോഗിച്ച കമാൻഡ്സുകളുടെ സ്ക്രീൻഷോട്ട് അടക്കം നമ്മൾ അടുത്ത നോട്ടിൽ ഇട്ടുതരാം. പിന്നെ എന്റെ ഒരു സംശയം, പിന്നെ നമ്മൾ ഈ പിന്നെ ഫോട്ടോസ് ഒക്കെ ഈ കോപ്പിറൈറ്റ് പലപ്പോഴും പറഞ്ഞല്ലോ, കോപ്പിറൈറ്റിന്റെ പ്രശ്നം. അപ്പൊ നമ്മൾ ഈ കോപ്പിറൈറ്റ് ഉള്ള ഫോട്ടോസ് നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ നമ്മള് ജസ്റ്റ് കേർട്സി ഗൂഗിൾ എന്ന് മാത്രം കൊടുത്താൽ മതിയോ, അതോ മറ്റെന്തെങ്കിലും കൊടുക്കേണ്ടതുണ്ടോ? അല്ല, അത് പല ടൈപ്പ് പിക്ചേഴ്സ് ഉണ്ട്. ചില പിക്ചേഴ്സ് ഞാൻ പറഞ്ഞ ആട്രിബ്യൂഷൻ റിക്വയർഡ് എന്ന്, ചിലതിന് ആട്രിബ്യൂഷൻ മാത്രം മതിയാവും. ചിലതിന് മനോജ് കുമാർ മ്യൂട്ട് ചെയ്യോ പ്ലീസ്? ഓക്കെ. അത് പിന്നെ ചില ഇമേജസ് നമുക്ക് ജസ്റ്റ് നമുക്ക് ആട്രിബ്യൂട്ട് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടാവും, ക്രിയേറ്റീവ് കോമൺ അല്ലെങ്കിൽ കുറെ ലൈസൻസിങ് ടൈപ്പുകളുണ്ട്. അപ്പൊ പിന്നെ ചിലത് നമുക്ക് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതുണ്ട്. അവരുടെ പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ട ഇമേജസ് തന്നെ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഷട്ടർ സ്റ്റോക്ക് എന്നൊക്കെ പറഞ്ഞ് കുറെ സൈറ്റുകളുണ്ട്, പെയ്ഡ് സൈറ്റുകളുണ്ട് പറഞ്ഞല്ലോ. അപ്പം ആ സൈറ്റുകളിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ പേയ്മെന്റ് കൊടുത്തിട്ട് ആരും ആട്രിബ്യൂട്ട് ചെയ്യാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അല്ലാതെ നമുക്ക് അത് ആട്രിബ്യൂഷൻ ചെയ്യാനുള്ള റൈറ്റ് നമുക്കില്ല. അവര് ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പെടും. ഇത്രയേ ഉള്ളൂ ചുരുക്കി പറഞ്ഞാൽ. അപ്പൊ നമ്മള് കോപ്പിറൈറ്റ് ലേൺ മോർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ലേൺ മോറിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ടാവോ എന്താണ് അതിന്റെ ഓപ്ഷൻ? ചിലതിൽ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ സിംപ്ലി പറയുകയാണെങ്കിൽ ഗൂഗിളിൽ സിംപ്ലി സെർച്ച് ചെയ്ത് കിട്ടുന്ന ഇമേജസ് നമ്മൾ ഉപയോഗിക്കാതിരിക്കുകയാണ് നല്ലത്, നമുക്ക് പണി കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ 2 സൈറ്റുകൾ ഞാൻ പറഞ്ഞത്, ഈ 2 സൈറ്റുകളും വളരെ നല്ല സോഴ്സ് ഓഫ് ഇമേജസ് ഉണ്ട്. പിന്നെ ഇത് പോരാത്തതാണെങ്കിൽ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പേയ്മെന്റ് കൊടുത്തിട്ട് എടുക്കണം. അപ്പം ഈ ഷട്ടർ സ്റ്റോക്കിലും എൻവാറ്റോയിലൊക്കെ തൗസൻഡ്സ് ഓഫ് ഇതുണ്ട്. അപ്പൊ നമ്മുടെ ഈ കേരള പോലീസിന്റെ പല സൈറ്റിന് വേണ്ടി ഉപയോഗിക്കുന്ന പ്രൊജക്ടുകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് ഈ ഷട്ടർ സ്റ്റോക്ക് ഇതാണ്, എൻവാറ്റോ ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അതിനകത്ത് തന്നെ കണ്ടമാന ഇമേജസ് ഉണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക. ഏത് പിക്സൽ? ഒന്ന് പെക്സൽസും മറ്റത് പിക്സാബേ. പെക്സൽസ് PEXEL. അതെ. പിന്നെ മൂന്നാമത്തേത് പറഞ്ഞു, പിന്നെ അത് പെയ്ഡ് സർവീസ് ആണ്. എൻവാറ്റോ എന്ന് പറയുന്നത് പെയ്ഡ് സർവീസ് ആണ്. അത് അത്യാവശ്യം പേയ്മെന്റ് ഉണ്ട്. $300 ആണ് അതിന്റെ പേയ്മെന്റ് പെർ ഇയർ. ഒരു ചോദ്യം കൂടി ചോദിച്ചോട്ടെ. നമ്മൾ ഈ നെറ്റ് ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ പാസ്വേഡ് പിന്നെ ക്രിയേറ്റ് ചെയ്യുമല്ലോ. അപ്പൊ എന്റെ ഒരു സംശയം, നമ്മൾ ഈ നെറ്റ് ബാങ്കിങ് ആയതുകൊണ്ട് പേയ്മെന്റ് ഒക്കെ ഉള്ള കേസ് ആയതുകൊണ്ട് ഈ ഓരോ പേയ്മെന്റ് നടത്തിയതിന് ശേഷവും നമ്മൾ എവറി ടൈം ഈ പാസ്വേഡ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണോ, അതോ നമ്മൾ വളരെ സെക്യൂർ ആയിട്ട് ഒരു സാധനം തുടർച്ചയായിട്ട് നമുക്ക് ഉപയോഗിക്കാമോ? അത് നമ്മൾ സാധാരണഗതിയിൽ പാസ്വേഡിനെ കുറിച്ച് നമ്മൾ പറയല്ലേ, പാസ്വേഡ് ഈസ് ജസ്റ്റ് ലൈക്ക് യുവർ ടൂത്ത് ബ്രഷ് എന്നാണ്. ഇടക്കിടക്ക് മാറ്റിക്കൊണ്ടിരിക്കുക, ഇടക്കിടക്ക് മാറ്റണം, വേറെ ആൾക്കാർ ഷെയർ ചെയ്യാനും പാടില്ല. ഇത്രയേ ഉള്ളൂ. താങ്ക് യു. ഹലോ, കേരള സൈബർ ഡോമിന്റെ പ്രവർത്തനത്തെ കുറിച്ചൊരു ലഘു വിവരണം. ഓക്കെ. സൈബർ ഡോം എന്ന് പറഞ്ഞാൽ കേരള പോലീസിന്റെ കീഴിലുള്ള പ്രൈവറ്റ് പബ്ലിക് പാർട്ണർഷിപ്പിലുള്ള ഒരു ഓർഗനൈസേഷനാണ്. അതിലുള്ള അറൌണ്ട് ഇപ്പോൾ 90+ വളണ്ടിയേഴ്സ്, കമാൻഡേഴ്സ് ഉണ്ട്. ഇപ്പം ഞങ്ങളാരും ഇത് ഒരു പ്രോഫിറ്റ് ഓറിയന്റഡ് അല്ല വർക്ക് ചെയ്യുന്നത്. ഞങ്ങളാരും അതിന് 5 പൈസ ഞങ്ങൾക്ക് പ്രോഫിറ്റ് ആയിട്ട് വാങ്ങിക്കുന്നില്ല. ഞങ്ങളുടെ സേവനം ഫുള്ളി അറ്റ് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് ടു കേരള പോലീസ്. ഇതില് ഞങ്ങൾ ഒരിക്കലും ഓരോ കേസിന്റെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് അങ്ങനത്തെയിലല്ല ഞങ്ങൾ ചെയ്യുന്നത്. ടെക്നിക്കൽ എംപവർമെന്റ് ടു കേരള പോലീസ് ആണ്. ഇത് 5-6 വർഷമായി തുടങ്ങിയിട്ട്. അപ്പൊ ഇപ്പൊ അടുത്തായിട്ട് പിന്നെ നിങ്ങൾക്ക് കുക്കോൺ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കേരള പോലീസിന്റെ കീഴിൽ തന്നെ നടക്കുന്ന ഒരു സൈബർ സെക്യൂരിറ്റി സെമിനാർ ആണ്. എല്ലാ വർഷവും നടക്കുകയാണ്. ഈ വർഷം അത് വിർച്വൽ ഇവന്റ് ആയിരുന്നു. എല്ലാ വർഷവും എറണാകുളം അല്ലെങ്കിൽ തിരുവനന്തപുരമായിട്ടാണ് നടക്കാറുള്ളത്. ഈ വർഷം ഞങ്ങൾ അബുദാബിയിലും പ്ലാൻ ചെയ്തതായിരുന്നു. അത് കോവിഡ് കൊണ്ട് നമുക്ക് നടത്താൻ പറ്റിയില്ല. മെയ് എൻഡിലായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത്. അതുപോലെ തന്നെ ഈ വർഷം നമ്മൾ പിന്നെ അതുപോലെ ഇതിന്റെ മെയിൻ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ടെക്നിക്കൽ എംപവർമെന്റ് ടു കേരള പോലീസ്, പിന്നെ ജനങ്ങൾക്കുള്ള അവയർനെസ് സെഷൻസ്, ഐഡിയാസ്, പിന്നെ ബ്രെയിൻ സ്റ്റോമിംഗ് സെഷൻസ് നടത്തുക. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ആക്ടിവിറ്റീസ്. കേരള പോലീസിന്റെ സൈബർ ഡോമിന്റെ സൈറ്റ് ഉണ്ട്, അതിൽ പോയി കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും. നെറ്റ് ബാങ്കിങ് ചെയ്യുമ്പോഴേ ഓക്കെ യൂസ് വെർച്വൽ കീബോർഡ് നമുക്ക് കാണിക്കാറുണ്ടല്ലോ, അപ്പൊ അതിന് പ്രത്യേകിച്ച് അഡ്വാൻറ്റേജ് വല്ലതും ഉണ്ടോ? യെസ്, അതിന് സംഭവം എന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മൾ സാധാരണഗതിയിൽ പിന്നെ മുമ്പ് ഈ ഒരു കമ്പ്യൂട്ടർ കഫേസ് ഉണ്ടായിരുന്നല്ലോ, ഇന്റർനെറ്റ് കഫേസ്, അതിന്റെ അവിടുന്ന് അതിന്റെ സംഭവം തുടങ്ങണം. അപ്പൊ അവിടെയൊക്കെ ഒരു ഹാക്കിംഗ് മെത്തേഡ്സ് ഉപയോഗിക്കാറുണ്ടായിരുന്നു.
കീബോർഡിന്റെ നമ്മുടെ കമ്പ്യൂട്ടറിന്റെ ബാക്കിലേക്ക് ഒരു കേബിൾ കണക്ട് ചെയ്തിട്ടാണല്ലോ കീബോർഡ് വരുന്നത്. അതിന്റെ എൻഡിലായിട്ട് ഒരു ചെറിയൊരു ഡോങ്കിൾ കണക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ആ ഡോങ്കിൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ കീബോർഡിൽ ടൈപ്പ് ചെയ്ത ഓരോ അതിൽ സേവ് ചെയ്യപ്പെടും. അപ്പം ഞാനിപ്പോ ഇവിടെ വന്നിട്ട് axisbank.com അടിച്ചു, എൻ്റർ ചെയ്തു. അപ്പൊ axisbank.com എൻ്റർ ചെയ്ത് ആ കീവേഡ് അതിൽ ടെക്സ്റ്റിലായിട്ട് സേവ് ചെയ്തു. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ അതിൽ പിന്നെ വേറെ പാസ്വേഡ്, യൂസർ നെയിം, പാസ്വേഡ് ഒക്കെ എൻ്റർ ചെയ്ത് കഴിഞ്ഞു. ഇത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാല് ഈ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ ഡോങ്കിളിൽ സേവ് ആവും. എന്നിട്ട് ഈ ഡോങ്കിൾ ഹാക്കർ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ അയാള് വൈകുന്നേരം വന്നിട്ട് വീട്ടിൽ നിന്ന് കൊണ്ടുവയ്ക്കുന്ന കുറെ കീസ് കളക്ട് ചെയ്തിട്ടുണ്ടാവും. അയാളുടെ യൂസർ നെയിമും പാസ്വേഡൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പം ഈ ഫിസിക്കൽ ഹാർഡ്വെയർ വഴി, ഇത്തരം ഹാർഡ്വെയർ വഴി നമ്മുടെ പാസ്വേഡ് സ്റ്റീലായി പോവാതിരിക്കാൻ വേണ്ടി, അതായത് ഒരു ഇന്റർമീഡിയറ്റ് ഡിവൈസ് ആണ് കീബോർഡ്, ആ ഡിവൈസിലേക്ക് കണക്ട് ചെയ്യുന്നു, ആ ഡിവൈസ് കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യുന്നു. അപ്പൊ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന എല്ലാം ഈ ഡിവൈസിലൂടെ കയറി ഇറങ്ങിയിട്ടാണ് പോകുന്നത്. അപ്പൊ അതിനകത്ത് സേവ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ഇല്ലാതാക്കാൻ, അത്തരം ഹാക്കിംഗ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിർച്വൽ കീബോർഡ്സ് ഉപയോഗിക്കുന്നത്. വിർച്വൽ കീബോർഡ്സും 100% സേഫ് ആണെന്ന് ഞാൻ പറയുന്നില്ല. ഈ ഓൺ സ്ക്രീൻ റെക്കോർഡിംഗ് ആയിട്ടുള്ള ഹാക്കിംഗ് ആപ്ലിക്കേഷൻസ് ഉണ്ട്. നമ്മൾ ഓൺ സ്ക്രീനിൽ എന്തൊക്കെ ക്ലിക്ക് ചെയ്യുന്നോ അതുവരെ റെക്കോർഡ് ചെയ്യുന്ന ഹാക്കിംഗ് ആപ്ലിക്കേഷൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ മാക്സിമം സേഫ്റ്റി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഓൺ സ്ക്രീൻ ഉപയോഗിക്കാൻ പറയുന്നത്. ഹലോ ഹലോ, യെസ് സർ, ചോദിച്ചോട്ടെ? പറയൂ. അതെ, പിന്നെ ഈ കോപ്പിറൈറ്റുള്ള ഇമേജസ് ഒക്കെ നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നത് ആ പാർട്ടി അല്ലെങ്കിൽ ആ സൈറ്റിന് എങ്ങനെയാ പെട്ടെന്ന് മനസ്സിലാവും? ഓക്കെ, അത് പിന്നെ ഒരു സംഭവം കൂടി. ഗൂഗിൾ ഇപ്പൊ നമ്മള് ഇവരുടെയൊക്കെ ഒരു പിക്ചർ DNA അല്ലെ വീഡിയോ DNA എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. ഇപ്പോ നമ്മള് യൂട്യൂബിൽ നിങ്ങൾ ഒരു പിക്ചർ, ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാല് അവർ ഈ വീഡിയോ അനലൈസ് ചെയ്തിട്ട് ഇവരിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ മറ്റ് കോപ്പിറൈറ്റ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതിൽ ഉണ്ടോ ഇല്ലയോ ചെക്ക് ചെയ്യും. അത് ഒരു AI ബേസ്ഡ് പ്രോസസ്സാണ്, ഓട്ടോമേറ്റഡ് പ്രോസസ്സാണ്. അതിനകത്ത് തന്നെ അവർ പിക്ക് ചെയ്യും. അത് ഇതേ മെത്തേഡ് വെച്ചിട്ട് തന്നെയാണ് ഇന്റർപോളിന്റെ ഒരു മെത്തേഡ് ഉണ്ട്. ഒരു പോൺ വീഡിയോ ആരെങ്കിലും അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ, എസ്പെഷ്യലി അത് ചൈൽഡ് പോണോ ആണെങ്കിൽ, ചൈൽഡ് പോണോ എന്നല്ല അതിന്റെ കറക്റ്റ് വേർഡ്, ചൈൽഡ് സെക്ഷൽ അബ്യൂസ് മെറ്റീരിയൽസ് ആരെങ്കിലും, അതാണ് കറക്റ്റ് അതിന്റെ വേർഡ്. ചൈൽഡ് പോർണോഗ്രാഫിക് മെറ്റീരിയൽസ് എന്നല്ല പറയാം, ചൈൽഡ് സെക്ഷൽ അബ്യൂസ് മെറ്റീരിയൽസ് എന്നാണ് അതിന്റെ കറക്റ്റ് വേർഡ്. അത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടെത്താനുള്ള മെത്തേഡുകളുണ്ട്. അതുപോലെ തന്നെ അത് ഉപയോഗിച്ചിട്ടാണ് ഇപ്പൊ കഴിഞ്ഞ മാസം, അതിന് മുമ്പത്തെ 2 മാസം മുമ്പും കേരള പോലീസിന്റെ ഒരു കുറെ സ്ഥലത്ത് സൈമിൾട്ടേനിയസ് ആയിട്ട് റെയ്ഡ് നടത്തിയിട്ട് പിടിച്ചത്. ഓക്കെ, പല പ്രൊഫഷണൽസിനെയും പിടിക്കാൻ പറ്റിയത് ആ ടെക്നോളജി വെച്ചിട്ടാണ്. അതുപോലെ തന്നെ ഈ തമിഴ് റോക്കേഴ്സ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, കേട്ടിട്ടുണ്ടാവും. നമ്മുടെ കോപ്പിറൈറ്റ് ഉള്ള പുതിയ സിനിമ മലയാള സിനിമകൾ ഇറങ്ങുന്ന അതേ നിമിഷം തന്നെ പൊക്കിയിട്ട് ഇന്റർനെറ്റിൽ ഇടുന്ന ടീം, അവരുടെ ചില ആക്ടിവിറ്റീസ്, അധിക ആക്ടിവിറ്റീസും പൊക്കുന്നതും ഈ ടെക്നോളജി വഴി തന്നെയാണ്. നമ്മളിപ്പോ ഈ ഇൻകോഗ്നിറ്റോ വഴി സെർച്ച് ചെയ്താലും ഈ ചില സാധനങ്ങൾ പരസ്യമായിട്ട് നമ്മൾ ഇതിൽ വരുന്നുണ്ടല്ലോ. ഇൻകോഗ്നിറ്റോ വഴി സെർച്ച് ചെയ്യുമ്പോൾ ഹിസ്റ്ററി ഉണ്ടാവില്ലല്ലോ. യെസ്, അത് നല്ലൊരു സംഭവം. അതായത് ഞാൻ അടുത്ത ക്ലാസ്സിൽ അത് കുക്കീസിന്റെ ക്ലാസ് പറയുന്ന വിചാരിച്ചാണ്. ഓക്കെ, എന്ന് പറയാം. ഇവർക്ക് പരസ്യങ്ങൾ 2 ടൈപ്പ് പരസ്യങ്ങളുണ്ട്. അതായത് ഒന്ന് ഓർഗാനിക് റീച്ച് എന്ന് പറയും. അതായത് നമ്മുടെ ഒരു പരസ്യം ഒരാൾ ചെയ്യുന്ന സമയത്ത് ഈ ഏരിയയിലുള്ള ആളുകൾ പൊതുവെ നമ്മുടെ IP ബേസ്ഡ്, ലൊക്കേഷൻ ബേസ്ഡ് സെർച്ച് ചെയ്യുന്ന സംഭവങ്ങളുണ്ട്. ഇപ്പൊ ഉദാഹരണമായിട്ട് ഇപ്പൊ നമ്മുടെ നാട്ടിൽ കോവിഡ് വന്ന സമയത്ത് മാസ്കുകൾ സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളെല്ലാവരും. അപ്പൊ നമ്മൾ ഇൻകോഗ്നിറ്റോ മോഡൽ വന്നു കഴിഞ്ഞാൽ മാസ്കിന്റെ പരസ്യം ഇട്ടുകഴിഞ്ഞാൽ എന്തായാലും എന്ത് ചെയ്യും, ആൾക്കാർ ക്ലിക്ക് ചെയ്യും എന്നുള്ളത് ഇതല്ലേ. അപ്പൊ അങ്ങനത്തെ ഒരു ഓർഗാനിക് ടൈപ്പ് പരസ്യങ്ങളുണ്ട്. പിന്നെ ഡയറക്റ്റ് ടാർഗറ്റഡ് പരസ്യങ്ങളുണ്ട്. ഈ ടാർഗറ്റഡ് പരസ്യങ്ങളിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കുക്കീസും ബ്രൗസിംഗ് ഹിസ്റ്ററി ഒക്കെ കാര്യങ്ങൾ വരുന്നത്. ഈ സെർച്ചിന്റെ കാര്യം പറഞ്ഞല്ലോ. ഹലോ, ഓക്കെ, ഇമേജ് സെർച്ച് ചെയ്യാൻ പറ്റും? ഇമേജ് സെർച്ച് ചെയ്യാം, പക്ഷെ അത് 100% അല്ല. ഈവൻ എനിക്ക് പറയാൻ പറ്റുന്ന ഒരു 50% പോലും കറക്റ്റ് അല്ല. ഇപ്പൊ നമ്മളിപ്പം ഞാനിപ്പോ എന്റെ ഒരു മോളെ പിക്ചർ വെച്ചിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടാൻ എന്റെ മോളെ പിക്ചർ എവിടെയൊക്കെ ഉണ്ടെന്നല്ല, ആ ഷേപ്പ്, ആ എന്താ പറയാ, ഈവൻ മൂഡ്, ഹാപ്പി മൂഡ് അല്ലെങ്കിൽ സ്മൈലിംഗ് മൂഡുള്ള കുറെ കിഡ്സിന്റെ ഫോട്ടോസ് എടുത്ത് തരുന്നേ ഉള്ളൂ. അല്ലാതെ എന്റെ മോളുടെ ഫോട്ടോ എവിടെയൊക്കെ ഉണ്ട് എന്നുള്ള എടുത്ത് തരില്ല. അത്ര ഡെവലപ്ഡ് അല്ല അത് ആ സംഭവം. ഇപ്പൊ നമ്മൾ ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്യുന്ന ഇപ്പൊ പറയാറുണ്ടല്ലോ, നിങ്ങൾ ചിലരൊക്കെ ആദ്യകാലത്തൊക്കെ നമ്മൾ പറഞ്ഞു സ്ത്രീകളുടെ ഫോട്ടോ നിങ്ങൾ പോസ്റ്റ് ചെയ്യരുത്, അത് എടുത്ത് യൂസ് ചെയ്തിട്ട് മറ്റ് ആളുകളുമായിട്ട് ചേർത്ത് ഉപയോഗിക്കുമെന്നൊക്കെ. അതിന്റെ സാധ്യതകൾ അതിപ്പോ സംഭവം എന്ന് പറഞ്ഞാൽ അതിന് 2 വിധത്തിലാണ് കാണണ്ടേ. അത് ഒന്ന് നമ്മുടെ മനസ്സിന്റെ പ്രശ്നമാണ്. ഇപ്പൊ നമ്മളൊരു ഫോട്ടോ ഇപ്പൊ ഒരു ആണ് ഇടുന്നുണ്ട് എന്ത് കരുതിയിട്ട്
പെണ്ണ് ഇടണ്ട എന്ന് പറയാൻ പാടില്ലല്ലോ. പെണ്ണിനും ആണിനും ഒരേ റൈറ്റ് തന്നെയാണല്ലോ ഫോട്ടോ ഇടാനുള്ളത്. ഇപ്പം നമ്മുടെ ഒരു മെന്റാലിറ്റിയുടെ ഇഷ്യൂ ആണ്. പെണ്ണിന്റെ ഫോട്ടോ മാത്രം അങ്ങനെ ചെയ്യുന്നത് നമ്മുടെ ഒരു മെന്റാലിറ്റിയുടെ പ്രശ്നം കൂടിയാണ്. ആ ടെക്നിക്കൽ പ്രോബ്ലം മാത്രമല്ല. ഇപ്പൊ ഒരു ആണിന്റെ ഫോട്ടോ, എന്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് ഒരാളുടെ ഓപ്ഷൻ ഇമേജ് ആക്കി കൂടെ, വളരെ ഈസി അല്ലേ? ഒരു പെണ്ണിന്റെ ചെയ്യുന്ന പോലെ തന്നെയാണ് ഒരാണിന്റെയും ചെയ്യുന്നത്. പക്ഷെ പെണ്ണിന്റെ ചെയ്യുന്ന വലിയൊരു ഇമ്പാക്ട് നമ്മൾ സൊസൈറ്റി ഉണ്ടാക്കി വെച്ചതുകൊണ്ടാണ്. പെണ്ണിന്റെ മാത്രമല്ല, നമ്മുടെ കുട്ടികളുടെ, ചെറിയ കുട്ടികളുടെ ചെയ്യാമല്ല. അത് വളരെ ഈസി. ഇപ്പൊ നമ്മളെ പ്രൊഫൈൽ പിക്ചറിൽ ഇപ്പൊ നമ്മൾ വളരെ ബേസിക് മറ്റൊരു വിധത്തിൽ പറയുകയാണെങ്കിൽ ഇപ്പൊ നമുക്ക് വളരെ പ്രൈവറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ഓരോ കാര്യങ്ങളും നമ്മൾ നെറ്റിൽ ഇടണോ ഇടണ്ടേ എന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണ്. ഇപ്പം ഉദാഹരണമായിട്ട് നമ്മൾ ചെയ്യണോ ചെയ്യണ്ടേ എന്നുള്ള എത്രമാത്രം നല്ലതാണോ വേണ്ടതെന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കുന്നത്. ഇപ്പൊ ഞാൻ വേറൊരു ആംഗിൾ പറയുകയാണെങ്കിൽ, ഞാൻ മൂന്നാറിലേക്ക് ടൂറ് പോയ ഫോട്ടോസ് നാട്ടിലൊന്നാകെ പോസ്റ്ററായിട്ട് ഒട്ടിച്ചു വെക്കുമോ? ഇല്ലല്ലോ. പക്ഷെ നമ്മൾ ഫേസ്ബുക്കിൽ ഇടും, ഇത്രയേ ഉള്ളൂ. അപ്പം ഞാൻ അതിനെ എങ്ങനെ കാണുന്നു എന്നുള്ളൂ, അല്ലാതെ ഇട്ട് കഴിഞ്ഞാൽ ആ ടെക്നോളജി എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് ഓക്കെ, അത്രയേ ഉള്ളൂ. ഈ ട്രാൻസ്ഫറിൽ ഗെറ്റ് ലിങ്ക് അല്ലാതെ ഡയറക്റ്റ് മെയിലും ചെയ്യാന്ന് പറഞ്ഞിരുന്നല്ലോ. ഡയറക്റ്റ് മെയിലും ചെയ്യാം. പക്ഷെ നമ്മുടെ മെയിലിൽ നിന്നല്ല പോവുക, അത് വി ട്രാൻസ്ഫറിന്റെ ലിങ്ക് ആയിട്ടാണ് പോവുക. വി ട്രാൻസ്ഫറിനാണ് ഫ്രം അഡ്രസ്സിൽ കാണിക്കുക. അപ്പൊ അതുകൊണ്ടുള്ള ഒരു കുഴപ്പം എന്താന്ന് പറഞ്ഞാല്, ഈ കാണുന്ന ആള് വി ട്രാൻസ്ഫറിന് എന്തോ മെയിൽ വന്നു, അത് ഡിലീറ്റ് ചെയ്തു എന്നുള്ളതിനെ പോകുള്ളൂ. അതേസമയം ഗെറ്റ് ലിങ്ക് എടുത്തിട്ട് എന്റെ മെയിലിൽ നിന്ന് ഓക്കെ ഡിയർ വിജേഷ് എന്ന് പറഞ്ഞിട്ട് ഞാൻ വിജേഷിന് മെയിൽ അയക്കുമ്പോൾ അപ്പൊ വിജേഷിന് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ ഇത് നൂറുൽ ഹക്ക് അയച്ച മെയിലാണെന്ന് പറയാൻ പറ്റും. അതേസമയം വി ട്രാൻസ്ഫർ മെയിൽ വരുമ്പോൾ അത്ര തന്നെ എനിക്ക് ഐഡിയ കിട്ടില്ല എവിടുന്നാണ് വന്നതെന്നുള്ളത്. അപ്പൊ അങ്ങനെ എനിക്ക് എന്റെ മെയിലിൽ നിന്ന് വിജേഷിന് ഡയറക്റ്റ് അയക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഗെറ്റ് ലിങ്ക് എടുത്തിട്ട് മെയിൽ അയച്ചത്. ആ ലിങ്ക് നമ്മൾ കോപ്പി ചെയ്തിട്ട് ഒരു മെയിൽ അയക്കുന്നു, മെയിലിൽ പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു, സിമ്പിൾ. അല്ലെങ്കിൽ വാട്സപ്പിലും അയച്ചു കൊടുക്കാം ലിങ്ക്. അയാൾ വാട്സപ്പ് വെബ് വഴി ഡൗൺലോഡ് ചെയ്തോട്ടെ, എങ്ങനെയും ചെയ്യാം. ആ ലിങ്ക് ഒരാഴ്ച നിലനിൽക്കുള്ളൂ എന്ന് പറഞ്ഞോ? യെസ്, ഒരാഴ്ച ഉണ്ടാവുള്ളൂ. ആ ലിങ്കിനകത്തുള്ള കണ്ടന്റ് ഒരാഴ്ച ഉണ്ടാവുള്ളൂ. ഒരാഴ്ച കഴിഞ്ഞാൽ അവർ സെർവറിന് ഡിലീറ്റ് ചെയ്യും അത്. അപ്പൊ നമ്മൾ അയച്ചു കൊടുത്ത ആൾക്ക് ഒരാഴ്ച കഴിഞ്ഞാൽ അത് കിട്ടില്ല. ഒരാഴ്ച കൂടുതൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ പെയ്ഡ് സർവീസ് എടുത്തിരിക്കണം. ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്ന കണ്ടന്റ് നമുക്ക് ഫാക്ട് ചെക്ക് ചെയ്യാൻ പറ്റും? സോറി, കേട്ടില്ല. സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്ന കണ്ടന്റുകളുണ്ട്, പല ന്യൂസുകൾ, അത് എങ്ങനെ ഫാക്ട് ചെക്ക് ചെയ്യാം? അത് കേരള പോലീസ് സൈബർ ഡോമിന്റെ ഒരു പ്രോജക്റ്റ് ആണ്, നെക്സ്റ്റ് ബിഗ് പ്രോജക്റ്റ് ആണ് ഫാക്ട് ചെക്കിംഗ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് ഓൺ ദ റോഡാണ്, അതിന്റെ ഓൺ ദ വേ ആണ്, കഴിഞ്ഞിട്ടില്ല അതിന്റെ പ്രോജക്റ്റ്. പിന്നെ ഇപ്പോൾ തന്നെ ഫേസ്ബുക്ക് ഇന്ത്യ ഇതിന് ഒരു ഇതുണ്ട്. നമ്മൾ വളരെ ഫേക്കായ ന്യൂസുകൾ, വളരെ വൈഡായിട്ട് പോകുന്ന ഫേക്ക് ന്യൂസസ് ഒക്കെ അവർ തന്നെ ബ്ലോക്ക് ചെയ്യാറുണ്ട്. ഫേസ്ബുക്ക് ഇന്ത്യ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ അതിന് ഫേസ്ബുക്ക് സൈഡിൽ നിന്നുണ്ട്. പക്ഷെ നമുക്കൊരു എപ്പോഴൊരു നമ്മുടെ ഒരു കോമൺ സെൻസും കൂടി ഉപയോഗിക്കുക, പിന്നെ ഒന്നും കൂടി ആൾട്ടർനേറ്റ് സോഴ്സസും കൂടി ചെക്ക് ചെയ്യുക. സോഷ്യൽ മീഡിയയിൽ നിന്ന് മാത്രം എടുക്കാതെ നമുക്ക് അതേ ടെക്സ്റ്റ് തന്നെ കോപ്പി പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ. പിന്നെ കുറെ ഹോക്സ് ചെക്കിംഗ് വെബ്സൈറ്റുകളുണ്ട്, ഞാൻ വേണേൽ അടുത്ത ദിവസത്തെ ലിങ്കിൽ അയച്ചുതരാം. എനിക്ക് കുറെ ഹോക്സ് ഫാക്ട് ഓർ ട്രൂ ഓർ ഫാക്ട് എന്തോ എന്താണ് കുറെ ഇതുണ്ട്, മറന്നുപോയി. ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് അയച്ചുതരാം. കുറെ സൈറ്റുകളുണ്ട്, ഈ ഫാക്ട് ചെക്കിംഗ് സൈറ്റുകളുണ്ട്. നമ്മള് പിന്നെ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്ത അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ നമ്മൾ ഇട്ടിരിക്കുന്ന നമ്മളെ ഫോട്ടോസ് ഒക്കെ ആരെങ്കിലും ഡൗൺലോഡ് ചെയ്തിട്ട് അത് മിസ്യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ നമുക്ക് വല്ല മാർഗമുണ്ടോ? ഇല്ലല്ലോ. മിസ്യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ സത്യത്തിൽ വഴിയില്ല. നമുക്ക് അവർക്ക് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്തിട്ട് എന്ത് വേണമെങ്കിലും എഡിറ്റ് ചെയ്ത് വാട്സാപ്പിലൂടെ അയച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഐഡിയ ഇല്ല, കിട്ടില്ല. ഓക്കെ അതിന് പ്രത്യേകിച്ച് ഒരു പ്രോഗ്രാം ചെയ്ത് വെക്കാനൊന്നും പറ്റില്ല? ഇല്ല. സാർ, നമ്മൾ പേഴ്സണൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ടാണ് ഓൺലൈൻ ട്രാൻസ്ഫറുകൾ നടത്തുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ വെർച്വൽ കീബോർഡിന് പ്രസക്തി ഇല്ല എന്ന് കരുതാമോ? അത് ചില കാര്യങ്ങൾ നമുക്ക് ഐ ടിയില് എസ്ഓർഡോ പറയാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങൾ. ജനറൽ ട്രെൻഡിൽ എപ്പോഴും നമ്മൾ വിർച്വൽ കീബോർഡ് ഉപയോഗിക്കുന്നതാണ് നല്ലത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഓൺ സ്ക്രീൻ റെക്കോർഡിംഗ് സോഫ്റ്റ്വെയറിലേറെ ഈസിയാണ് ഓൺ കീബോർഡ് റെക്കോർഡിംഗ് സോഫ്റ്റ്വെയർ. അതായത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഹാർഡ്വെയർ ഡോങ്കിളുടെ കഥയാണ് പറഞ്ഞത് അല്ലെ. ഈ ഇവിടൊക്കെ വെക്കാൻ പറ്റുന്ന എന്താണ് ഈ ഇന്റർനെറ്റ് കഫേയിലൊക്കെ വെക്കുന്നത്. അതിന് പകരം നമ്മുടെ ലാപ്ടോപ്പിനകത്ത് തന്നെ ഒരു ഹാക്കർ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കുക. നമ്മൾ ടൈപ്പ് ചെയ്യുന്ന എന്തും അവർക്ക് ഒരു കോപ്പി ആയിട്ട് കിടക്കണം. അതിന്റെ ഒരു ഡേഞ്ചർ ചോദിച്ചപ്പോൾ ഞാൻ ഒരു കാര്യം കൂടി പറയാം. നമ്മുടെ മൊബൈലിൽ നമ്മൾ കുറെ ഫാൻസി കീബോർഡുകൾ ആഡ് ചെയ്യാറുണ്ട് അല്ലെ. പിന്നെ സൗണ്ട് വരുന്നതും തീ പുകയുന്നതൊക്കെ ആയിട്ട് കുറെ കീബോർഡുകൾ ആഡ് ചെയ്യുമല്ലോ. ആൻഡ്രോയിഡ്
മൊബൈലിലൊക്കെ നമ്മൾ കുറെ കീബോർഡ്, മലയാളം കീബോർഡ് കിട്ടും. അതേപോലെ തന്നെ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള കുറെ കീബോർഡുകൾ കിട്ടും, കുറെ ഫാൻസി ആയിട്ടുള്ള. ഇതിന്റെയൊക്കെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ഓരോ കീസും അവരുടെ സെർവറിലേക്ക് വേണമെങ്കിൽ അവർക്ക് സെൻഡ് ചെയ്യാനുള്ള പറ്റും. അപ്പോൾ അതും കൂടി ശ്രദ്ധിക്കുക, അങ്ങനത്തെ കീബോർഡുകളൊക്കെ ഡൗൺലോഡ്. അപ്പോൾ ഇതേപോലത്തെ കീബോർഡ് വെച്ചിട്ട് പിന്നെ സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. എപ്പോഴും നല്ലത് ഓൺ സ്ക്രീൻ വിർച്വൽ കീബോർഡ് തന്നെയാണ് നല്ലതാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷെ അതും 100% സെക്യൂർ അല്ല. ഇതിനേക്കാൾ എന്തുകൊണ്ടും സേഫ് കൂടുതലായിട്ട് സെക്യൂരിറ്റി സൈഡ് PC ആയിരിക്കും എന്ന് കരുതാം അല്ലെ? എങ്ങനെ മനസ്സിലായില്ല? മൊബൈലിൽ ഓൺലൈൻ ട്രാൻസ്ഫറുകൾ നടത്തുന്നതിനേക്കാൾ കൂടുതൽ സേഫർ സൈഡ് PC ആണ് എന്ന് കരുതാം എന്നേ ഉള്ളൂ. വലിയ ഡിഫറൻസ് ഒന്നുമില്ല. 100% എന്ന് പറയാൻ പറ്റില്ല ഒരിക്കലും കേട്ടോ. ഒരു കാര്യത്തിൽ ഇപ്പൊ ഈ പറയുന്ന കാര്യങ്ങൾക്കൊന്നും എനിക്ക് ഒരു ക്രിസ്റ്റൽ ക്ലിയർ യെസ് ഓർ നോ പറയാൻ പറ്റാത്ത ഏരിയ എന്ന് പറയാം. അതായത് ഇപ്പൊ മോർ ടാർഗറ്റ് ചെയ്യുന്നത് മൊബൈൽ ബേസ്ഡ് ആപ്ലിക്കേഷൻസിനെയും മൊബൈലിനെയാണ് മോർ ടാർഗറ്റ് ചെയ്യുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഏറ്റവും കൂടുതൽ പെനിട്രേഷൻ ഉള്ളത് അതിലാണല്ലോ. അടുത്ത ആഴ്ചത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാണ് എന്നാലും ചോദിക്കാണ്, പരസ്യങ്ങൾ വരുന്ന ബ്രൗസിംഗ് ഹിസ്റ്ററി വെച്ചാന്ന് പറഞ്ഞല്ലോ. അതുപോലെ മൊബൈലില് നമ്മൾ സംസാരിക്കുന്നതിനകത്തുനിന്ന് എന്തെങ്കിലും ഡാറ്റ കളക്ട് ചെയ്യാൻ പറ്റുമോ? മൊബൈലിൽ സംസാരിക്കുന്നത് വെച്ച് ഡാറ്റ കളക്ട് ചെയ്യുന്നില്ല എന്ന് തന്നെയാണ് പറയാം. 100% മൊബൈൽ യൂസ് ചെയ്യാതിരിക്കുമ്പോഴും നമ്മൾ വെറുതെ മൊബൈൽ വെച്ചോണ്ടിരിക്കുമ്പോൾ സംസാരിക്കുന്നതിനകത്തുനിന്ന് ഇല്ല അങ്ങനെയൊന്നും കളക്ട് ചെയ്യില്ല. അതൊക്കെ പിന്നെ നമ്മുടെ പ്രൈവസിയുടെ അങ്ങേയറ്റത്തെ കടന്നുകയറ്റാണ്. അതൊന്നും ഒരു കമ്പനിയും ചെയ്യില്ല. അതെങ്ങാനും ഏതെങ്കിലും ഒരു കമ്പനി ഓക്കെ, ഫോർ എക്സാമ്പിൾ സാംസങ്ങോ അല്ലെങ്കിൽ ഏതെങ്കിലും ബ്രാൻഡ് അങ്ങനെ ചെയ്യുന്നുണ്ടെന്നുണ്ട് കണ്ടു കഴിഞ്ഞാൽ ആ ബ്രാൻഡിന്റെ റെപ്യൂട്ടേഷനാണ് പോകുന്നത്. പോലെയുള്ളവയുടെ സെക്യൂരിറ്റിയെ കുറിച്ചിട്ട് എന്തെങ്കിലും കമന്റ്സ്? എന്താ പറഞ്ഞില്ല, കേട്ടില്ല. ഗൂഗിൾ പേ, ആമസോൺ പേ പോലെയുള്ള പേയ്മെന്റ് ആപ്പുകളുടെ സെക്യൂരിറ്റിയെ കുറിച്ച് എന്തെങ്കിലും കമന്റ്സ്? അത് പറയുകയാണെങ്കിൽ ഓക്കെ, ഇപ്പം നമ്മള് ഏറ്റവും നല്ലത് എന്റെ ഒരു സജഷൻ എന്ന് പറയുമ്പോൾ എപ്പോഴും ഈ ഹൈ ബ്രാൻഡഡ് പ്രൊഡക്റ്റുകൾ പേയ്മെന്റ് ഗേറ്റ് വേസ് ഉപയോഗിക്കുകയായിരിക്കും നല്ലത്. കാരണം എന്താന്ന് പറഞ്ഞാല് ഇപ്പം ഫോർ എക്സാമ്പിൾ ഇവിടുത്തെ ഇപ്പോ IT-യിലെ വലിയ കമ്പനികളാണ് മൈക്രോസോഫ്റ്റ്, അതുപോലെ ഈ സാംസങ്, അതുപോലെ ഈ ഐഫോൺ, ആപ്പിൾ, ഗൂഗിൾ, ഇവരൊക്കെ അവരുടെ പ്രൊഡക്റ്റുകളെ ഹാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവര് ഒരു വൈറ്റ് ഹാക്കേഴ്സിനെ തന്നെ അവരുടെ ഓൺ കമ്പനിയിലുണ്ട്. പിന്നെ അവര് ബഗ് ബോണ്ടി എന്ന് പറഞ്ഞ പ്രോഗ്രാം വഴി വേൾഡിലുള്ള ഹാക്കേഴ്സിനോട് അവരെ പ്രൊഡക്റ്റ് ഹാക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഹാക്ക് ചെയ്ത് കഴിഞ്ഞാൽ സക്സസ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഒരു റെസ്പോൺസിബിൾ ഡിസ്ക്ലോഷർ എന്ന് പറയും. നമ്മൾ റെസ്പോൺസിബിൾ ആയിട്ട് നമുക്ക് ഇന്നൊക്കെ ഇഷ്യൂസ് ഞങ്ങളുടെ വെബ്സൈറ്റിൽ നിങ്ങൾ കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, റിവാർഡ് തരുന്നുണ്ട്, ഹാക്കേഴ്സിന് റിവാർഡ് കൊടുക്കുന്നുണ്ട്. അതൊന്ന്. പിന്നുള്ളത് പറഞ്ഞാൽ ഇത്തരം കമ്പനികളൊക്കെ വലിയ ഓഡിറ്റിങ്ങിന് വിധേയമാണ്. അപ്പൊ അവരുടെ പ്രൊഡക്റ്റുകൾ ഇപ്പം ഇവിടെ തന്നെ ഇപ്പൊ ഞങ്ങളുടെ കമ്പനിയുടെ ഒരു വർക്കാണ് IT ഓഡിറ്റിംഗ് എന്ന് പറയുന്ന സംഭവം. അപ്പം ഇവിടെയുള്ള ബാങ്കുകൾ ഇവരെ നമ്മളെ IT ഓഡിറ്റിംഗ്, സെക്യൂരിറ്റി ഓഡിറ്റ് ചെയ്യും. അപ്പം അതിനകത്ത് അവരുടെ ആപ്ലിക്കേഷൻസിനകത്തോ അല്ലെങ്കിൽ അവരുടെ നെറ്റ്വർക്കിനകത്തോ ഇതുപോലെ ഹാക്കേഴ്സിന് കടന്നുകൂടാൻ പറ്റിയ വൾണറബിലിറ്റി ഉണ്ടോ എന്ന് നമ്മൾ ചെയ്യും. നമ്മുടെ സെക്യൂരിറ്റി ഹാക്കേഴ്സ് നമ്മളാണ് ചെയ്യുന്നത്. നമ്മൾ ഹാക്കിംഗ് കാണിച്ചത്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ എത്തിക്കൽ ഹാക്കിംഗ്. നമ്മൾ എത്തിക്സ് കീപ്പ് ചെയ്തുകൊണ്ട് ഹാക്ക് ചെയ്യുന്ന മെത്തേഡാണ് എത്തിക്കൽ ഹാക്കിംഗ്. ഇങ്ങനെ ഹാക്ക് ചെയ്തിട്ട് നമ്മൾ അവർക്ക് റിപ്പോർട്ട് കൊടുക്കുന്നു. ബാങ്കിന് ഡയറക്റ്റ് അല്ല, ഗവൺമെന്റിന് റിപ്പോർട്ട് കൊടുക്കുന്നു. അവർ ചെക്ക് ചെയ്യുന്നു, അവർ ഈ ബാങ്കിനോട് ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ചെയ്യാൻ പറയും. ഇങ്ങനത്തെ കുറെ പ്രൊസീജിയർ ഉണ്ട് ഈ വലിയ കമ്പനികൾക്കൊക്കെ, നിർബന്ധമായിട്ട് അവർ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ആ വെൽ ബ്രാൻഡഡ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ആ ഒരു സേഫ്റ്റി ഫീലിംഗ് ഉണ്ടായിരിക്കും. ഇന്ത്യയിൽ ഇപ്പോ SBI പോലുള്ള ബാങ്കുകൾക്ക് അവരിതുപോലെ സെക്യൂരിറ്റി മെഷേഴ്സ് കസ്റ്റമേഴ്സിന് വേണ്ടി അവരുടെ അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ കൊള്ളയടിക്കപ്പെടുകയോ ചെയ്യാതിരിക്കാൻ വേണ്ടി ഇന്ത്യയിൽ മേജർ ബാങ്ക്സ് സെക്യൂരിറ്റി മെഷേഴ്സ് വല്ലതും സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു? ഉണ്ട്. RBIയുടെ കുറെ റൂൾസ് ഉണ്ട്. ഇനിയിപ്പം നമ്മുടെ ഇന്ത്യയുടെ IT ആക്ട് ഒന്നും കൂടി അമെൻഡ് ചെയ്യാൻ പോവാണ്. ഇപ്പൊ അടുത്ത് അതിന്റെ ഡ്രാഫ്റ്റ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ IT ആക്ട് ഇപ്പൊ നമ്മൾ 2000-ലും 2008-ലും അമെൻഡ് ചെയ്ത IT ആക്ട് വെച്ചിട്ടാണ് ഇപ്പോഴും നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് പിന്നെ ബാങ്കുകളുടെ അവർ തന്നെ കുറെ പോളിസീസ് ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിരിക്കണം എന്നുള്ള പോളിസീസ് ഉണ്ട് അവർക്ക് തന്നെ. ബാങ്കിന്റെ പേര് നിലനിർത്താൻ വേണ്ടിയിട്ടും കസ്റ്റമേഴ്സിനെ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് അവർക്ക് കുറെ പോളിസീസ് ഉണ്ട്. അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടേതായ മെത്തേഡുകൾ ഉണ്ട്. പക്ഷെ ആസ് എ ലീഗൽ പ്രൊസീജിയർ എന്നുള്ള ലെവലിൽ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഇവിടെ എവറി 6 months മസ്റ്റ് ആണ്. ഇവിടെ UAE-യിൽ എവറി 6 months ഫിനാൻഷ്യൽ സ്ഥാപനങ്ങൾ ഓഡിറ്റ് ചെയ്തിരിക്കണം, IT ഓഡിറ്റ് ചെയ്തിരിക്കണം. ആ ഓഡിറ്റർ റിപ്പോർട്ട് ഓഡിറ്റ് ചെയ്ത ഓഡിറ്റർ ഗവൺമെന്റിനാണ് കൊടുക്കുന്നത്. അവർ ഗവൺമെന്റ് ഇത്രയും സമയത്തിനുള്ള ടൈം ലൈനുള്ളിൽ അത് ക്ലിയർ ആക്കിയിരിക്കണം നിർബന്ധമായിട്ട് പറയാറുണ്ട്. യൂസ് ചെയ്ത മൊബൈൽസ് ഒക്കെ എക്സ്ചേഞ്ച് ഓഫേഴ്സ് ഒക്കെ തിരിച്ചു കൊടുക്കാറുണ്ടല്ലോ. അതിൽ നിന്ന് നമ്മുടെ ഡാറ്റാസ് ഒക്കെ പോകാൻ സാധ്യത ഉണ്ടല്ലോ.
അല്ല, യൂസ് ചെയ്യുന്ന മൊബൈൽ നമ്മൾ എപ്പോഴും ഫാക്ടറി റീസെറ്റ് ചെയ്തിട്ട് തന്നെ കൊടുക്കുക. ഒന്ന് റീസെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അതിനകത്ത് ഡാറ്റ റിക്കവർ ചെയ്യാൻ പറ്റത്തില്ലേ? ഫാക്ടറി റീസെറ്റ് ചെയ്യുക, അതിനകത്തുള്ള SD കാർഡ് കൊടുക്കാതിരിക്കുക. SD കാർഡ് അഡീഷണൽ വെച്ചതാണെങ്കിൽ കൊടുക്കാതിരിക്കുക. അല്ലെങ്കിൽ സീറോ വൈപ്പ് ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ട്, സീറോ ഫില്ലിംഗ് എന്ന് പറഞ്ഞ മെത്തേഡ് ഉണ്ട്. ഓരോ ഏരിയയിൽ പോയിട്ടും സീറോ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്ന മെത്തേഡ് ഉണ്ട്. അതുവഴിയും ചെയ്തിട്ട് നമുക്ക് ഫാക്ടറി റീസെറ്റ് ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല. സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും മാർഗമാണ്? വൈപ്പ് ചെയ്യാനുള്ള കുറെ ടൂൾസ് അവൈലബിൾ ആണ്. ടൂൾസ് വെച്ചിട്ട് വൈപ്പ് ചെയ്യാൻ പറ്റും നമുക്കത്. ആപ്ലിക്കേഷൻസ് ആണോ? ആപ്ലിക്കേഷൻസ്. ഫയലുകൾ മറ്റേ ഉബുണ്ടു എന്ന OS വെച്ചിട്ട് മറ്റേ ഇത് ചെയ്യാൻ പറ്റുന്ന പറയുന്നത് കേട്ടില്ല, ചെയ്യാൻ പറ്റുന്ന പറയുന്നത് ശരിയാണോ? ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യോ പ്ലീസ്? അതായത് നമ്മൾ ഡെലിറ്റ് ചെയ്യുന്ന ഫയലുകൾ ഉണ്ടല്ലോ, പ്രത്യേകിച്ച് ഇപ്പം ലാപ്ടോപ്പിലൊക്കെ, അപ്പൊ അത് ഉബുണ്ടു പറഞ്ഞ OS വെച്ചിട്ട് നമുക്ക് റീഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാൽ ശരിയാണോ? റിക്കവർ ചെയ്യാൻ പറ്റുന്നില്ല. ആ ഉബുണ്ടു തന്നെ വേണമെന്നില്ല, ഈവൻ വിൻഡോസിൽ തന്നെ നമുക്ക് ഡെലിറ്റ് ചെയ്ത ഫയലുകൾ റിക്കവർ ചെയ്യാനുള്ള ടൂൾസ് ഉണ്ട്. ഗെറ്റ് ഡാറ്റ ബാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ടൂൾസ് ഉണ്ട്. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ ലാപ്ടോപ്പ് ഒരിക്കലും എന്ത് ചെയ്യരുത്, നമ്മൾ ആസിറ്റീസ് കൊടുക്കരുത്. ഇപ്പൊ ഞാൻ അഗൈൻ ഇവിടുത്തെ ഒരു കമ്പനി റൂൾസിലേക്ക് വരാം. ഇവിടെയുള്ള ഫൈനാൻഷ്യൽ കമ്പനികൾക്ക് അവരുടെ ഇപ്പം ഇവിടെ കമ്പനികളൊക്കെ അധികം ഒരു 3 വർഷം 4 വർഷം ആകുമ്പോഴേക്ക് PC-കൾ അല്ലെങ്കിൽ ലാപ്ടോപ്സ് ഇവരെ മാറ്റും. പുതിയ വെർഷൻ ഹാർഡ്വെയർ റിഫ്രഷ് ചെയ്യും, പുതിയ മോഡലിലേക്ക് പോകും. അപ്പൊ ഈ പഴയ ലാപ്ടോപ്സ് അവരുടെ സ്റ്റാഫിന് കൊടുക്കാറുണ്ട്, വളരെ കുറഞ്ഞ വിലക്കോ അല്ലെങ്കിൽ സീറോ കോസ്റ്റിനോ അവര് കൊടുക്കാറുണ്ട്. ഈ കൊടുക്കുമ്പം ഫസ്റ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ അവർ ഹാർഡ് ഡ്രൈവ് റിമൂവ് ചെയ്തിട്ട് ഹാർഡ് ഡ്രൈവ് ഹാമർ വെച്ച് അടിച്ച് പൊട്ടിച്ചിട്ട് കളഞ്ഞിരിക്കണം എന്ന് നിർബന്ധമാണ് ഇവിടെ. ഒരിക്കലും ഹാർഡ് ഡ്രൈവ് കൊടുത്തിരിക്കുക. ഇങ്ങനെ സർവീസ് കൊടുക്കുന്ന കമ്പനികളുണ്ട്, ഡാറ്റ ഷ്രെഡിങ് കമ്പനികൾ തന്നെ ഇവിടെയുണ്ട്. അവര് ഇത്രയും ഇത് എടുത്തിട്ട് സർട്ടിഫൈ ചെയ്ത് കൊടുക്കും, ഞങ്ങൾ ഇത്രയും ഇത് വെച്ച് ഈ ഡാറ്റ ഫോർ എവർ ഡിസ്ട്രോയ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് സർട്ടിഫൈ ചെയ്ത് കൊടുക്കുന്ന കമ്പനികൾ വരെയുണ്ട് ഇവിടെ. അപ്പോൾ അതൊക്കെ നമ്മുടെ കമ്പനി ലെവലിലേക്ക് പോകുന്ന സമയത്ത്, പേഴ്സണൽ ലെവലിൽ പോകുമ്പോൾ നമ്മൾ എത്രമാത്രം പേഴ്സണൽ ഡാറ്റാസ് നമ്മൾ അതിനകത്ത് കീപ്പ് ചെയ്യുന്നുണ്ടെന്നതിനനുസരിച്ചിരിക്കും, എത്രമാത്രം ലീക്ക് ചെയ്യാൻ പറ്റുന്ന ഡാറ്റകളാണ് അതിനനുസരിച്ചിരിക്കും നമ്മുടെ കാര്യങ്ങൾ. അപ്പോൾ ഒരിക്കലും എന്നോട് ചോദിക്കണം, നിങ്ങൾ വളരെ പേഴ്സണൽ ആയിട്ട് പ്രോഗ്രാം അല്ലെങ്കിൽ നിങ്ങൾ തീസീസോ അല്ലെങ്കിൽ വളരെ കുറെ കാലങ്ങളായിട്ട് വർക്ക് ചെയ്ത കുറെ ഫയൽസ് ഉണ്ട്, ഒരിക്കലും ഒരാൾ കോപ്പി എടുക്കാൻ പാടില്ല. അല്ലെങ്കിൽ വളരെ പ്രൈവറ്റൈസ് കുറെ വീഡിയോസ് ഫോട്ടോസ് നിങ്ങളുടെ ഓൺ വീഡിയോസ് ഉണ്ടെങ്കിൽ അത് പുറത്ത് പോകാൻ പാടില്ല എന്ന് നിങ്ങൾക്ക് അത്ര നിർബന്ധം ഉണ്ടെങ്കിൽ നെവർ എവർ നിങ്ങളുടെ ലാപ്ടോപ്പോ മൊബൈൽ ഇത് എക്സ്ചേഞ്ച് ചെയ്യരുത്. റിപ്പയർ വേണ്ടി കഴിഞ്ഞാൽ റിപ്പയർ വേണ്ടി വന്നു. അപ്പൊ അതിന് നമ്മൾ സാധാരണ പറയാറ് ഇത്തരം കാര്യങ്ങൾ ഡയറക്റ്റ് ഇതിൽ കീപ്പ് ചെയ്യരുത്. നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഒരു എക്സ്റ്റേണൽ ഡ്രൈവിൽ കീപ്പ് ചെയ്യാം. പിന്നെ അത് റിപ്പയറിന് വേണ്ടി വന്നാൽ എന്ന് ചോദിച്ചാൽ അത്രയേ ഉള്ളൂ. എന്റെ ഒരു ഫ്രണ്ട് ആളുടെ ടൂർ പോകുന്ന കാര്യമായിട്ട് പറയായിരുന്നു, കുളു മണാലിയൊക്കെ പോണെന്ന് പറഞ്ഞിട്ട് ആളുടെ വേറൊരു ഫ്രണ്ടിന് ഫോൺ ചെയ്ത് സംസാരിച്ചാണ്. അത് കഴിഞ്ഞിട്ട് പിന്നീട് ആള് ഫേസ്ബുക്ക് നോക്കുമ്പോൾ ആ സ്ഥലത്തെ ഹോട്ടൽസ് ഹോം സ്റ്റേന്റെ ഒക്കെ അഡ്വർടൈസ്മെന്റ് കണ്ടിന്യൂസ് കാണിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ആള് പറഞ്ഞു, ഞാൻ ടൈപ്പ് ചെയ്തിട്ടേ ഇല്ല, ഹോട്ടൽസ് ഒന്നും എവിടെ ഞാൻ സെർച്ച് ചെയ്തിട്ടില്ല, ജസ്റ്റ് ഇതിനൊരു ടോക്ക് ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ എങ്ങനെയാണ് ഇതൊക്കെ വീണ്ടും അഡ്വർടൈസ്മെന്റ് FB-യിൽ വരുന്നത് എന്നുള്ളൊരു സംശയം. അപ്പൊ എല്ലാവർക്കും ഭയങ്കര ടെൻഷൻ ആയിരുന്നു. അത് ക്വിക്ക് ആൻസർ അതിനുള്ള ചാൻസ് കോയിൻസിഡൻസ് ആവാനാണ് ചാൻസ് എന്നാണ് എനിക്ക് പറയാനുള്ളത്, ആസ് എ ക്വിക്ക് ആൻസർ. പിന്നെ നമ്മളെ മൊബൈലിൽ നമ്മൾ കണ്ടമാന ആപ്സ് ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട്. നമ്മുടെ മൊബൈലിൽ ഈ മൊബൈൽ കമ്പനി തരുന്നതല്ലാത്ത കണ്ടമാന ആപ്സ് ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട്. ഇപ്പോൾ ഒരാൾ വന്നിട്ട് പറയണേ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താൽ ഞങ്ങൾക്ക് 10 GB ഡാറ്റ ഫ്രീ കിട്ടും എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നും മിണ്ടാതെ കയറി ഇൻസ്റ്റാൾ ചെയ്യും. നമുക്ക് എന്തെങ്കിലും SMS വരും, അപ്പം നിങ്ങൾക്ക് ഡാറ്റ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും SMS അല്ലെങ്കിൽ എന്തെങ്കിലും വെറുതെ എന്തെങ്കിലും കാണിച്ചിട്ട് ചെറിയ ഗെയിംസ് അല്ലെങ്കിൽ കുക്കറി ഷോയുടെ ചെറിയ സംഭവങ്ങളൊക്കെ കാണിച്ചിട്ട് കണ്ടമാന ആപ്സ് നമുക്ക് അവൈലബിൾ ആണ് മാർക്കറ്റ്. ഈ ആപ്സ് സ്റ്റീൽ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം ഗൂഗിളിൽ കുറെ ഇത്തരം ആപ്സുകൾ കണ്ടമാന ആപ്സ് ആണ് കഴിഞ്ഞ മാസം ഗൂഗിൾ ഒഴിവാക്കിയിട്ട്, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഒഴിവാക്കിയിട്ടത്. അപ്പൊ നമ്മളൊരു ആപ്പ് അവർക്ക് അപ്ലോഡ് ചെയ്യുമ്പോൾ അവരുടെ ഗൂഗിൾ പ്രൊട്ടക്ട് എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ട്, അതുവഴി ഒരു മിനിമം ചെക്കിങ് നടക്കുന്നുണ്ട്, പിന്നെ റെഗുലർ ആയിട്ടുള്ള അവരുടെ ചെക്കിങ് നടക്കുന്നുണ്ട്. അപ്പം ഇത്തരം ആപ്സ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് വഴി നമ്മുടെ വോയിസ് റെക്കോർഡ് ചെയ്ത് പുറത്തേക്ക് വിടുന്നില്ല എന്നുള്ള. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ഹൈ കപ്പാസിറ്റി ഓഫ് ഡാറ്റയാണ് ഉള്ളത്. അപ്പം ഒരു 10 മിനിറ്റ് റെക്കോർഡ് ചെയ്ത ഫയൽ പുറത്തേക്ക് വിടുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമൊന്നുമില്ല, വലിയ സൈസൊന്നുമില്ല, വളരെ ഈസി ആയിട്ട് റെക്കോർഡ് ചെയ്ത് വിടാവുന്നേ ഉള്ളൂ.
അപ്പം അത് ശ്രദ്ധിക്കുക പറഞ്ഞാല് പിന്നെ നമ്മൾ വേണ്ടാത്ത ആപ്സ് ഇൻസ്റ്റാൾ ചെയ്യുക, മാക്സിമം ആപ്സ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് കുറയ്ക്കുക. ഇതുവരെ പരിപാടി തുടങ്ങിയപ്പോഴാണ് ജോയിൻ ചെയ്തത്, ചോദ്യോത്തരാണ് കേട്ടത്. ഓക്കെ. അതിന്റെ ഇടയിൽ വന്നൊരു സംശയം, പിന്നെ യൂട്യൂബിൽ മറ്റതൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ ഒറിജിനൽ വെർഷന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടല്ല. ഞാൻ എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, അവരുടെ കുട്ടി അത്യാവശ്യം നല്ല ഖുർആൻ ഓതുന്ന കുട്ടിയാണ്. അന്നേരം അത് പിന്നെ മദ്രസയിൽ പഠിച്ച സംഭവം നല്ല വൃത്തിയായിട്ട് അവള് തന്നെ റെക്കോർഡ് ചെയ്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തു. അന്നേരം അതിന് കോപ്പിറൈറ്റ് വന്നിട്ടുണ്ട്. ഖുർആൻ അതുപോലത്തെ പിന്നെ നമ്മൾ മതഗ്രന്ഥങ്ങൾ നമ്മൾ റിസൈറ്റ് ചെയ്യുന്നതിന് കോപ്പിറൈറ്റ് വരാൻ പാടില്ല സാധാരണഗതിയിൽ, പിന്നെ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പിന്നെ കാരണം അതൊന്നും കോപ്പി റൈറ്റ് പ്രൊട്ടക്റ്റഡ് അല്ല, ഇതൊന്നും അതിൻ്റെ എല്ലാം. പിന്നെ അത് ശരിക്കും നിങ്ങൾ അതിന്റെ യൂട്യൂബ് ലിങ്ക് ഡീറ്റെയിൽസ് ഒന്ന് അയച്ചിരുന്ന എനിക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇൻഷാല്ല ഞാൻ ചെയ്യാം. കാരണം എന്താ പറയുന്ന വെച്ചാല് അത് സൗദിയിൽ ഏതൊരു ഫേമസ് ആയിട്ടുള്ള പിന്നെ ഖുർആൻ കാരിന്റെ പിന്നെ അതുമായിട്ട് നല്ല മാച്ച് ഉണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ അത് കോപ്പിറൈറ്റ് വെച്ചിട്ട് നമ്മളോട് ടേക്ക് ഡൗൺ ചെയ്യാൻ പറയില്ല. അതിന്റെ താഴെ മാച്ചിങ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം കാണിക്കുന്നേ ഉള്ളൂ താഴെ ആയിട്ട്. കോപ്പിറൈറ്റ് ഇട്ടിട്ട് അത് നമ്മളെ വീഡിയോ ഡൗൺ ആക്കാൻ പറയില്ല. അത് സാധാരണഗതിയിൽ നമുക്കത് റീ ആർഗ്യൂ ചെയ്യാൻ പറ്റും. ഓക്കെ ഞാൻ അതെന്തായാലും ഒന്ന് ചോദിച്ചിട്ട്, ഇതിപ്പോ യൂട്യൂബിന്റെ അതുമായിട്ട് സംസാരിച്ചത് കൊണ്ട് ഞാൻ ചോദിച്ചു. പിന്നെ ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട്, ഇതിൽ ആരും റെക്കോർഡ് ചെയ്തതായിട്ടൊന്നും കാണുന്നില്ല ഈ പിന്നെ സൂം മീറ്റിംഗ് ആയിട്ടുള്ളത്. അത് ശരിക്കും യൂട്യൂബിൽ സാറിന്റെ മറ്റുള്ള ഏതെങ്കിലും ഒരു യൂട്യൂബിലേക്കൊക്കെ കൊടുത്താൽ കൂടുതൽ ആൾക്കാർക്ക് ചിലപ്പോൾ ഒരു ഉപകാരപ്പെടൂലേ. പിന്നെയും ഒരു കാര്യം ആയതുകൊണ്ട് ചോദിച്ചാണ്. ഞാനിന്ന് ഫസ്റ്റ് ആണ് ജോയിൻ ചെയ്തത്, അതുകൊണ്ട് ചോദിച്ചതാണ്. നോ പ്രോബ്ലം, അത് ആലോചിക്കാം, നമുക്ക് കുഴപ്പമില്ല. വാട്സപ്പ് ഓതന്റിഫിക്കേഷനെ കുറിച്ച് പറഞ്ഞല്ലോ. അതേപോലെ നമുക്ക് പിന്നെ ഈ ടെലഗ്രാം എന്ന് പറയുന്ന ഒരു ആപ്പ് ഇപ്പൊ ഏറ്റവും പോപ്പുലർ ആണല്ലോ. പിന്നെ അതിൽ ഈ കോപ്പിറൈറ്റ് വിഷയമില്ല, കോപ്പിറൈറ്റ് അല്ല, പൈറസി ആക്ടിന്റെ പരിധിയിൽ വരുന്ന സിനിമകളൊക്കെ തന്നെ നമ്മൾ കാണാറും എടുക്കാറൊക്കെ ഉണ്ട്. അതൊക്കെ ശരിക്കും നിയമപരമായിട്ട് എന്തെങ്കിലും വിഷയമുള്ള കാര്യങ്ങളാണോ, അതോ അതേപോലെ അതിൽ ഓതന്റിഫിക്കേഷന്റെ ഓപ്ഷൻ ഉണ്ടോ? ഓക്കെ, ഇതിൽ രണ്ട് ക്വസ്റ്റ്യൻ. ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നമ്മൾ ഈ ടെലിഗ്രാം വഴി ഈ ഇത്തരം സിനിമകൾ കാണുന്നത് എന്തെങ്കിലും ലീഗൽ ഇഷ്യൂ ഉണ്ടോ എന്നുള്ളതാണ്. അപ്പം ഇതിന്റെ ലോ വളരെ സിമ്പിൾ ആണ്. ഒന്നിൽ ചൈൽഡ് സെക്ഷൽ അബ്യൂസ് മെറ്റീരിയൽസ്, അല്ലെങ്കിൽ പിന്നെ ഈ കോപ്പിറൈറ്റഡ് വീഡിയോസ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ 3 കാര്യങ്ങളാണ്: സ്റ്റോറിങ്, ട്രാൻസ്മിറ്റിങ്, വ്യൂയിങ്. ഈ 3 കാര്യങ്ങളും ഇല്ലീഗലാണ്. അപ്പം നമ്മൾ ഏത് മെത്തേഡ് എന്നില്ല, അത് നമ്മുടെ ടെലഗ്രാം ആവാം, വാട്സപ്പ് ആവാം, ഫേസ്ബുക്ക് ആവാം, എന്തോ ആയിക്കോട്ടെ, മെത്തേഡ് അല്ല നമ്മൾ നോക്കുന്നത്. ഈ 3 കാര്യങ്ങൾ ഏതെങ്കിലും ഒന്ന് നടന്നിട്ടുണ്ടോ എന്നുള്ളത് മാത്രമാണ് അതിന്റെ ലീഗൽ പോയിന്റ് ഓഫ് വ്യൂ. അപ്പം അടുത്തത്, ഇതിൽ ടെലിഗ്രാമിൽ 2 ഫാക്ടർ ഒതന്റിക്കേഷൻ ഉണ്ടോന്ന് ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല. ഉണ്ട് എന്നത് തന്നെയാണ് എന്റെ വിശ്വാസം. ഞാൻ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു തരാം. ഞാനത് നോക്കിയിട്ടില്ല, കാരണം ഞാൻ ടെലിഗ്രാം അത്ര കാര്യമായിട്ട് യൂസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഞാൻ അതിൽ നോക്കിയിട്ടില്ല. ഞാൻ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഉണ്ട്. അതിനകത്ത് ടെലിഗ്രാമിൽ നമ്മുടെ മെയിൻ മെനുവിന് എടുത്തു കഴിഞ്ഞാൽ സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ പ്രൈവസി, സെക്യൂരിറ്റി ആൻഡ് പ്രൈവസിയിൽ സെക്യൂരിറ്റി ഓപ്ഷനിൽ 3rd ഓപ്ഷനായിട്ട് 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഉണ്ട്. അപ്പൊ അതുവഴി ചെയ്യാം നിങ്ങൾക്ക്. ഹലോ, സൗണ്ട് കട്ടായതാണോ? കേൾക്കുന്നുണ്ട്. അതെ, ആ ചോദിച്ച ആളുടെ സൗണ്ട് കട്ടായതാണ്. അപ്പൊ അടുത്ത വെള്ളിയാഴ്ച അല്ലേ നമുക്ക് അടുത്ത വെള്ളിയാഴ്ച ചെയ്യാം, കുഴപ്പമില്ല. 9 മണിക്ക്. അപ്പൊ ഇന്നത്തെ എടുത്ത കാര്യങ്ങളും അടുത്തെടുക്കാൻ പോണ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞാലേ ലൈറ്റായി വന്ന ആളുകൾക്ക്. എന്നാൽ ഓക്കെ, ഇപ്പം ഒരു 1 മിനിറ്റ് ജസ്റ്റ് ഒന്ന് റീക്യാപ്പ് ചെയ്താൽ. ഓക്കെ, ഇന്ന് നമ്മൾ മെയിൻ ആയിട്ട് പറഞ്ഞ എന്താണ് ഒതന്റിക്കേഷൻ എന്ന് പറഞ്ഞു. ഒതന്റിക്കേഷൻ ഒതന്റിക്കേഷൻ എന്താണ്, അതിന്റെ പോലെ തന്നെ പാസ്വേഡ് എങ്ങനെ സ്ട്രോങ് ആക്കാം, പാസ്വേഡ് എന്തൊക്കെയാണ് ടൈപ്പ് പാസ്വേഡ്സ് ആണ് ഉപയോഗിക്കാൻ പറ്റുന്നത്, പിന്നെ ബയോമെട്രിക് പറഞ്ഞു. പിന്നെ അടുത്തൊരു ഒതന്റിക്കേഷൻ മെത്തേഡാണ് ഡിവൈസ് ഓർ ആപ്പ് ബേസ്ഡ് പറഞ്ഞു. ഈ ഒതന്റിക്കേഷൻ എന്ന് പറയുമ്പോൾ അതിന് 3 കാറ്റഗറിയാണ് ഇപ്പോൾ മെയിൻ ആയിട്ടുള്ളത്. ഒന്ന് വാട്ട് യു നോ, സംതിങ് യു നോ, അത് പാസ്വേഡ്. ഒന്ന് സംതിങ് യു ഹാവ്, അത് നമ്മുടെ SMS കാര്യങ്ങൾ. പിന്നെ സംതിങ് യു ആർ, നമ്മുടെ ബയോമെട്രിക്, GPS കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അത് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ വാട്സപ്പിൽ ഇതെങ്ങനെ എനേബിൾ ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞു. വാട്സപ്പിൽ എനേബിൾ ചെയ്യേണ്ട സ്റ്റെപ്സ് നമ്മൾ
ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് അടുത്ത ദിവസം ക്ലാസ്സിൽ അടുത്ത ദിവസം നോട്ടിൽ ഇടാം. പിന്നെ അടുത്തത് നമുക്ക് എങ്ങനെയാണ് ബിഗ് അറ്റാച്ച്മെന്റ് ഇമെയിൽസ് സെൻഡ് ചെയ്യുന്നത്. നമ്മളത് വി ട്രാൻസ്ഫർ എന്ന സർവീസ്, ഫ്രീ സർവീസ് വഴി എങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് കണ്ടു. പിന്നെ ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഒരു വേർഡ് ഔട്ട് ചെയ്തിട്ട് സെർച്ച് ചെയ്യുന്നത്, ഒരു വേർഡ് ആഡ് ചെയ്ത് സെർച്ച് ചെയ്യുന്നത്, ഡബിൾ കോഡ്സ് പറഞ്ഞു, ഒരു സൈറ്റിൽ മാത്രം സെർച്ച് ചെയ്യുന്നത്, പിന്നെ അതിന്റെ ടൈറ്റിൽ വന്നത്, ഫയൽ ടൈപ്പ്, പിന്നെ പിക്ചർ, പിന്നെ ഏത് ടൈമിൽ വന്നത് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞു വിക്കിപീഡിയയെ കുറിച്ച് പറഞ്ഞു, വിക്കിപീഡിയയുടെ കോപ്പിറൈറ്റ് എന്താണെന്ന് പറഞ്ഞു. പിന്നെ കോപ്പിറൈറ്റ് ഇല്ലാതെ നമുക്ക് ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ, ഒരു പ്രശ്നമില്ലാതെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന 2 സൈറ്റുകൾ പറഞ്ഞു, പെക്സലും പിക്സാബേയും പറഞ്ഞു. പിന്നെ പെയ്ഡ് സർവീസസിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ നമ്മുടെ ഈ ഇതിനെ കുറിച്ച് പറഞ്ഞതാണ് കുക്കീസിന് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഞാൻ IRTCCയുടെ ഒരു സ്റ്റോറി പറഞ്ഞു. ഇത്രയാണ് നമ്മൾ പറഞ്ഞത്. ഇനി അടുത്ത സെഷനിൽ ഈ കുക്കീസ്, VPN, ആന്റി മാൽവെയർ, സൈബർ സെക്യൂരിറ്റി ഇതിനെ കുറിച്ച് പറയാം. പിന്നെ അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ അതും കൂടി നമുക്ക് ആഡ് ചെയ്തിട്ട് അടുത്ത ക്ലാസ്സിൽ വരാം. ഓക്കെ, നിർത്താം നമുക്കല്ലേ? ഓക്കെ. ആർക്കെങ്കിലും ചോദിക്കാണ്ടെങ്കിൽ ഗ്രൂപ്പിൽ, വാട്സപ്പിൽ ഇതിൽ കുറച്ച് ചാറ്റ് വന്നിട്ടുണ്ട്, ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല. ഇത് നമുക്ക് പിന്നെ ഗ്രൂപ്പിലേക്ക് നമുക്ക് കൊടുക്കാം അല്ലെ? അതെ, ഈ ഗ്രൂപ്പിനകത്ത് ചോദിക്കാം. ഗ്രൂപ്പിനകത്ത് ചോദിച്ചിട്ട് പെട്ടെന്ന് ചോദിക്കാൻ പറഞ്ഞാൽ ആർക്കും ചോദ്യങ്ങൾ കിട്ടൂല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. സാവകാശം ഇന്നത്തെ സെഷൻ കേട്ടിട്ട് അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വേണമെങ്കിൽ ഇന്നോ നാളെ എപ്പോഴാച്ചാ ചോദിക്കാം. ഈ ഗ്രൂപ്പിനകത്ത് 100 ഉണ്ട്. പക്ഷെ നെക്സ്റ്റ് ഫ്രൈഡേ ആയിരിക്കും അടുത്ത സെഷൻ ഉണ്ടാവുക. അപ്പോ അതിനിടയ്ക്കുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. അടുത്ത സെഷനിൽ കുറെ കൂടി കാര്യങ്ങൾ പറയുന്നതായിരിക്കും. അപ്പൊ ഹാരിസ്, നമുക്ക് ഗുഡ് നൈറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ്. താങ്ക് യു.